ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരിക്കല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം കർത്താവ് നമുക്ക് നൽകുകയാണ്. ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം. ഇടർച്ചകൾ, സ്റ്റംബ്ലിംഗ് ബ്ലോക്സ്, തടസ്സങ്ങൾ, പ്രതിസന്ധികൾ വരാതിരിക്കുന്നത് അസാധ്യം. വരാം, വരുത്താം, കൊണ്ടുവരാം. എന്നാൽ അത് വരുത്തുന്നവന് അയ്യോ കഷ്ടം. ഈ വേദപുസ്തകത്തിൽ കർത്താവ് അയ്യോ കഷ്ടം എന്നൊക്കെ പറഞ്ഞ കേസെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ശാപമാണ്. കഷ്ടം എന്ന് പറഞ്ഞിട്ടല്ലേ, ഒരു വല്ലാത്ത ശാപം പിടിച്ചൊരു വാക്കാണത്. കഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് കഷ്ടം തന്നെയാണ്. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും അങ്ങനെ പെട്ടെന്ന് പറ്റത്തില്ല. അതിന് 2 സ്ഥലങ്ങളെ നോക്കി കർത്താവ് പറയുന്നുണ്ട്. അല്ലയോ ഖോരസീനെ, നിനക്കയ്യോ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ നേരിട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെട്ടേനെ. അതോടുകൂടി ഖോരസീൻ തകർന്നു. ഇന്നും അങ്ങനെ തന്നെ എന്നാണ് പറയുന്നത്. ഇന്നും അങ്ങനെ തന്നെ. ശാപം, അയ്യോ കഷ്ടം. ഈ വാക്കെടുക്കുമ്പോൾ അത്രയും സീരിയസ് ആണ് നിങ്ങൾ കാണണം. അയ്യോ കഷ്ടം. ആർക്ക്? ഇടർച്ചകൾ വരുത്തുന്നവന് അയ്യോ കഷ്ടം. ഇടർച്ച, തടസ്സം, പ്രതികൂലങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നവന് അയ്യോ കഷ്ടം. ഇടർച്ച വരും, അങ്ങനെയാണ് പറയുന്നത്. വരാതിരിക്കുന്ന അസാധ്യമാണ്. വരും, വന്നേ പറ്റൂ. പക്ഷേ വരുത്തുന്നവന് കഷ്ടം. യൂദാ ഇസ്കരിയാത്ത, യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ഒരാൾ വേണ്ടേ? വേണം. പക്ഷെ കാണിക്കുന്നവന് കഷ്ടം. വേണ്ടെന്ന് വെച്ചാൽ വേണം, പക്ഷെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കാര്യം കഷ്ടം എന്ന് പറഞ്ഞതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇടർച്ചകൾ സാധ്യമാണ്, ഉണ്ടാകാം. സഭയിൽ ഇടർച്ച ഉണ്ടാകും. അതിന് ചില വ്യക്തികൾ ഉണ്ടാകും, പക്ഷെ ഉണ്ടാക്കുന്നവന് അയ്യോ കഷ്ടം. കുടുംബങ്ങളിൽ ഇടർച്ച ഉണ്ടാകുമോ? ഉണ്ടാകും, പക്ഷെ ഉണ്ടാക്കുന്നവന് അയ്യോ കഷ്ടം. യേശുക്രിസ്തു പറയുന്ന വാക്കിനെ ഞാൻ പറയുകയാണ്. വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യണം ഈ ഭാഗം. ഈസിയായിട്ട് ഈ ലോകത്തുനിന്ന് ജീവിച്ച് പോകാമെന്ന് വിചാരിക്കരുത്. ഈസി, എളുപ്പം, വായി തോന്നണെല്ലാം പറയാം, ചെയ്യാൻ തോന്നുന്നതെല്ലാം ചെയ്യാം, എന്തുമാകാം എന്നുള്ള നിലയിൽ ജീവിച്ചാൽ അയ്യോ കഷ്ടം. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി സഭ, കർത്താവ് തരുന്ന സ്ഥലം, ആലയം. അയ്യോ കഷ്ടം. ആലയത്തെപ്പറ്റി വിശദീകരിക്കുക. എനിക്ക് തന്നിരിക്കുന്ന 2 ബോധ്യങ്ങളെയാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുക. കർത്താവ് തന്ന 2 പ്രധാന ബോധ്യങ്ങൾ. അതിലൊന്ന്, ഈ ഏറ്റവും ചെറിയവരിൽ, അടുത്ത വാക്യം അങ്ങനെയല്ലേ, അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരിക്കല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് നല്ലത്. ഓക്കെ, ആ വാക്യത്തിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുക. ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തിയാൽ, ചെറിയവനാരെന്ന് ഞാൻ പറയാം, ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തിയാൽ എന്ത് ചെയ്യണം? കർത്താവ് പറയാണ്, അവൻ്റെ കഴുത്തിലൊരു തിരിക്കല്ല് കെട്ടണം. തിരിക്കല്ലെന്ന് പറഞ്ഞാൽ ഈ ആട്ടുകല്ല്, അതിങ്ങനെ കഴുത്തിൽ കെട്ടണം. നല്ല വെയിറ്റാണ്. എന്നിട്ട് കടലിലൊക്കെ താഴ്ത്തിയേക്കാം. പച്ച മലയാള ഭാഷയെ പറഞ്ഞാൽ മുക്കിക്കൊല്ലാൻ. കടലിലങ്ങ് ശവം പോലും പൊങ്ങരുത്, താഴ്ത്തിക്കളാം. അത്ര സീരിയസ് ആയിട്ട് കർത്താവ് പറയുന്നു. അത്ര ഉള്ളൂ, അയാളുടെ ലൈഫ് അതാവും എന്നാണ്. ചെറിയവരിൽ ഒരുത്തന് ഒരിടർച്ച വരുത്തിയാൽ അവൻ്റെ കഴുത്തിൽ കെട്ടിയ താഴ്ത്തിക്കളാം. അത്രേ ഉള്ളൂ, അവൻ്റെ ലൈഫ് തീർന്നു. അത്രയും സീരിയസ് ആയിട്ട് കർത്താവ് പറയുന്നൊരു വാക്കാണ്. നിങ്ങൾ വിചാരിക്കരുത് ദൈവം പാവമാണ്. ആൾക്കാർ ചിന്തിക്കുകയാണ് ദൈവം പാവമാണ്, കുരിശിൽ മരിച്ചു, ഇങ്ങനെ പാവം പോലെ തൂങ്ങിക്കിടക്കുകയാണ്, നമ്മുടെ പാവമെല്ലാം ക്ഷമിച്ച് ഒരു പാവം. എന്തുമാവാം, എന്നും ക്ഷമിക്കുന്നവൻ, ഒരു കുഴപ്പമില്ല, പാവം. പ്രിയമുള്ളവർ, ഇത് തെറ്റിദ്ധാരണയാണ്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, തെറ്റായ പഠനമാണ്. ദൈവം പാവമായിട്ട് കാണല്ലേ, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാകും, കീറിക്കളയുന്ന ദൈവമാകും. പാപം, ശാപം 4 തലമുറ വരെ കണക്കിടുന്നു എന്ന് പറയുന്നു. യെസ്, ദൈവത്തെ ഒരു പാപമായിട്ട് കാണണ്ട, ദൈവത്തെ സീരിയസ് ആയിട്ട് കാണൂ. ദൈവത്തെ ഭയപ്പെടണമെന്ന് വേദപുസ്തകം എഴുതിയിരിക്കുന്നു.
ഈ ലോകത്തിലെ മനുഷ്യനെ പേടിക്കേണ്ട. കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവൻ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവൻ. ലോകത്തെ ഭയപ്പെടേണ്ട, മനുഷ്യനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ദൈവത്തെ പേടിക്കണം. ആ ഭയത്തിലേക്ക് കയറാൻ നല്ലൊരു വാക്കാണ് ഈ ചെറിയവന് ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ കെട്ടിയ താത്തിയേക്ക്. അവിടെ തീരും അവൻ്റെ ജീവിതം. അത്രേ ഉള്ളൂ. അനേകരുടെ ജീവിതം കഴുത്തിൽ കെട്ടി താത്തതിന് തുല്യമാണ്. ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്, ജോലി ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്, കുടുംബമുണ്ടെന്നുള്ളത് സത്യമാണ്. പലരെയും കർത്താവ് ഇതുപോലെ കെട്ടിത്താത്ത് കഴിഞ്ഞതാണ്. മുങ്ങി ജീവിക്കുകയാണ്. പ്രിയ സഹോദരങ്ങൾ, ഇന്നലെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ക്രിസ്തീയ ജീവിതം സുഭിക്ഷമായും സംരക്ഷിച്ച് കർത്താവ് നടത്തുന്നൊരു ജീവിതമാണ്. അതില്ലാതെ നിങ്ങൾ മുങ്ങിത്താഴുന്നുവെങ്കിൽ അതിനർത്ഥം എവിടെയെങ്കിലുമൊക്കെ ഇടർച്ചകൾ വരുത്തിയിട്ടുണ്ടോ എന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ മതി. ഇന്നലെ കുറേ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഇന്നിതാ ഇടർച്ചയെപ്പറ്റി നമ്മൾ പറയുന്നു. അതിൽ ഒന്നാമത്തെ ഇവിടെ പറയുന്നത് ഏറ്റവും ചെറിയവനിൽ ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടമെന്നാണ്. ഈ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് രണ്ട് സംഗതികളാണ് കർത്താവ് എനിക്ക് ബോധ്യം തന്നിട്ടുള്ളത്. ഒന്ന്, ചെറിയവരെന്ന് പറയുന്നത് കുട്ടികളെയാണ്, കുഞ്ഞുങ്ങളെയാണ്, മക്കളെയാണ്. രണ്ട്, ദൈവത്തിൻ്റെ മക്കളെന്ന ഗണത്തിൽപ്പെട്ടവരെയാണ്. ഈ രണ്ട് ഗണം ശ്രദ്ധിക്കുക. ഒന്ന്, ശിശുക്കൾ, കുഞ്ഞുങ്ങൾ, പിള്ളേർ, നമ്മുടെ മക്കൾ. ഇവർ ചെറിയവരാണ്, എളിയവരാണ്. എളിയവർ. ഈ എളിയവന് ഇടർച്ച വരുത്തിയാൽ, അതായത് നിൻ്റെ മകന്, നിൻ്റെ മകൾക്ക് അമ്മ എന്നുള്ള നിലയിൽ, അപ്പൻ എന്നുള്ള നിലയിൽ നീ ഇടർച്ച വരുത്തിയാൽ നിൻ്റെ കാര്യം പോക്കാം. നമ്മൾ വിചാരിക്കും നമ്മളെ പിള്ളയല്ലേ, നമ്മളെ മോളല്ലേ, നിങ്ങളുടെ മക്കളൊന്നും അല്ലത്, ദൈവത്തിൻ്റെ പൈതലാണത്. വ്യക്തമായ പർപ്പസോടെ ദൈവം നിൻ്റെ ഉദരത്തിലാക്കി ഇവിടെ ഇറക്കിയതാണ്. അതിനെ വ്യക്തമായ പദ്ധതിയോടുകൂടി ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിൽ ദൈവമാക്കി നിൻ്റെ ഉദരത്തിലൂടെ പുറത്തേക്ക് തന്നതാണ്, നിങ്ങളുടെ കുടുംബത്തിൽ തന്നു. വ്യക്തമായി ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ പദ്ധതികളിൽ ഒന്നാണ് നിങ്ങൾ കുഞ്ഞിനെ സ്നാനപ്പെടുത്തുന്ന സമയത്ത് എടുക്കുന്ന പ്രതിജ്ഞകൾ, നിങ്ങൾ കുഞ്ഞിനെ വെച്ച് നേർക്കുന്ന നേർച്ചകൾ, കാഴ്ചകൾ, കർത്താവിനോട് പറയുന്ന പല പ്രാർത്ഥനകൾ, അതെല്ലാം അതിനകത്ത് ആക്റ്റീവായി വന്നുകൊണ്ടിരിക്കും. ഈ കുഞ്ഞിനെ ഇടർച്ച വരുത്തിയാൽ അപ്പന് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്, മറുപടി കൊടുക്കേണ്ടി വരും. അമ്മ അതിൻ്റെ മറുപടി കൊടുക്കേണ്ടി വരും. ചില വാക്യങ്ങളിലൂടെ പറയാം. അതുപോലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ദൈവത്തിൻ്റെ മക്കളെന്ന ഗണത്തിൽ വരുന്ന ആൾക്കാർ. ദൈവത്തിൻ്റെ മക്കൾ ആരാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവത്തിൻ്റെ മക്കളെന്ന് വേദപുസ്തകം പറയുന്നു. ക്രിസ്ത്യാനികളെന്ന ഗണത്തിലുള്ളവരല്ല, പള്ളിയിൽ പോകുന്നവർ അങ്ങനെയുമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവത്തിൻ്റെ മക്കൾ. പറയുന്നത് പോലെ അനുസരിച്ച് കർത്താവിൻ്റെ കൊച്ചുമക്കളായി കർത്താവിനോടൊപ്പം ചേർന്ന് സൗമ്യത, എളിമ, വിനയം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, ഇങ്ങനെയൊക്കെ ആത്മാവിൻ്റെ ഫലങ്ങളൊക്കെ ഇങ്ങനെ പ്രാപിച്ച് തോറ്റവരെ പോലെ ചീത്ത വിളി കേട്ടാലും മറുപടി പറയാതെ, പരിഹസിച്ചാലും നിന്ദിച്ചാലും ഒന്നും പറയാതെ വിനയത്തോടെ ജീവിക്കുന്ന ചില എളിയ മക്കളുണ്ട്, ദൈവത്തിൻ്റെ മക്കൾ. അതിലൊരുത്തനെ തൊട്ട അതാ പറഞ്ഞത്. രണ്ട് കാറ്റഗറീസ്. ഒന്ന് മക്കൾ. ചില വചനങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ചില വചനങ്ങൾ മത്തായി സുവിശേഷം 18-ാം അധ്യായം ഒന്ന് വായിക്കാം. 10-11 വാക്യങ്ങൾ. മത്തായി. നിങ്ങൾക്ക് ബൈബിൾ എടുക്കാം. എല്ലാവരും ബൈബിൾ എടുത്തേ. ബൈബിൾ കൊണ്ടുവരാറുണ്ടോ നിങ്ങൾ? കൺവെൻഷനൊക്കെ വരുമ്പോൾ എല്ലാവരുടെ കയ്യിലും ബൈബിൾ വേണം കേട്ടോ. എല്ലാവരുടെയും കൈകൾ ബൈബിളിൽ ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വേദപുസ്തകം നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. മത്തായി സുവിശേഷം എല്ലാവരും എടുക്കുക. മത്തായി സുവിശേഷം 18-ാം അധ്യായം 10-11 വചനങ്ങളൊന്ന് വായിക്കേ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ പറയുന്നത് അവർക്ക് ദൂതന്മാരുണ്ടെന്നാണ്. ഇത് കുറച്ചുകൂടി മുമ്പിലേക്ക് ഞാൻ വായിക്കാം. മത്തായി സുവിശേഷം 18-ന്റെ 4-ാം വചനത്തിലെത്തുമ്പോൾ, മത്തായി 18-4, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. അവിടെ ശിശു എന്ന പറയുന്നു. രണ്ടർത്ഥത്തിൽ ശിശുവുണ്ട്. ഡയറക്റ്റ്ലി ശിശുക്കളെ എടുക്കാം, ഇൻഡയറക്റ്റ്ലി ശിശുക്കളെ പോലെയുള്ളവരൊന്നും നമുക്കെടുക്കാം, കുട്ടികൾ എന്ന പദത്തിലെടുക്കാം. സോ അതിനകത്ത് ദൂതന്മാരെ പറ്റി പറഞ്ഞാൽ വിശദീകരിക്കാം. മറ്റൊന്നിടത്തെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, കൊലോസ്യർ 3-ാം അധ്യായം 20-21 വചനങ്ങൾ. കൊലോസ്യർ 3:20-21 വചനങ്ങൾ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരുടെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. 21-ാം വചനത്തിൽ ഇങ്ങനെയാണ്. മക്കളെയാണ് എടുക്കട്ടെ, നമ്മൾ മക്കളുടെ കണ്ടത്തെ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. മക്കൾ എളിയവരാണ്,
നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ ഏറ്റവും ചെറിയവരിലൊരുത്തന് ഇടർച്ച വരുത്തുന്നവനെ കഴുത്തിൽ കെട്ടിത്താക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇടർച്ചകൾ വരുന്നത് സ്വാഭാവികമാണ്, വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടമെന്നാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത് എന്ന് പറയുന്നു. കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ശ്രദ്ധയോടെ വളർത്തിയില്ല എങ്കിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും ദൈവസന്നിധിയിൽ. കാരണം ഒരു കുഞ്ഞിനെ പറ്റി ദൈവത്തിന് പദ്ധതിയുണ്ട്, ഒരു പൈതലിനെ പറ്റി ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ കുഞ്ഞ് എന്താവണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ കുഞ്ഞ് ഏത് തരം ആത്മീക ലെവലിൽ വളരണമെന്ന് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. പക്ഷേ നമ്മുടെ കുഴപ്പമെന്നറിയാമോ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്താൻ ശ്രമിക്കുന്നു. ഈ സമയത്താണ് നമ്മൾ അവരുടെ ധൈര്യം നമ്മൾ ക്ഷയിപ്പിച്ച് കളയുന്നു. അവിടെ എന്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അവരെ ധൈര്യപ്പെടാതിരിക്കേണ്ടത് അവരെ കോപിപ്പിക്കരുത്. കുട്ടികളെ ശിക്ഷിക്കുന്നു, മാതാപിതാക്കൾ ശിക്ഷിക്കുന്നു. ശിക്ഷിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളിൽ കോപം ജനിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളിൽ കോപം ജനിച്ചാൽ അവരുടെ ധൈര്യം പോകും, അവർ അധൈര്യമായി മാറും. അധൈര്യമാരിലേക്ക് വന്നു ചേരും, അവർ ഭയമുള്ള ആൾക്കാരായി മാറും. ഭയം എവിടെയുണ്ടോ അവിടെ എല്ലാം പിശാചുക്കളുണ്ട്. ഭയത്തിനകത്ത് സാത്താൻ ഉണ്ടാവും, ഉറപ്പാണ്. അങ്ങനെ ഒരു അശുദ്ധാത്മ ഒരു കുഞ്ഞിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ തീർന്നു എന്നർത്ഥം. പേടി, ഭയത്തിൻ്റെ ദുരാത്മാവ് ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് ആഞ്ഞടിക്കും ആ തലമുറകളുടെ മേൽ. അതുകൊണ്ട് അവരെ കോപിപ്പിക്കരുത് എന്ന് വേദപുസ്തകം പറയുന്നു. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന സമയത്ത് അനേകം മാതാപിതാക്കൾക്ക് ഈ ഒരു അപകടമുണ്ട്. എൻ്റെ മകനല്ലേ, എൻ്റെ മകളല്ലേ, അപ്പോൾ എനിക്ക് എങ്ങനെയും ശിക്ഷിക്കാം, എങ്ങനെയും പഠിപ്പിക്കാം, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വളർത്തും എന്നുള്ളൊരു ധാരണയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ധാരണ മാറ്റിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറമേൽ ദൈവസ്നേഹം വരില്ല. അനേകം മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സങ്കടമാണ്, കുഞ്ഞുങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ല, യൗവനക്കാർ പറയുന്നത് പോലെ കേൾക്കുന്നില്ല, അവർ പഠിക്കുന്നില്ല, അവർ അനുസരണത്തിനകത്തല്ല, അവരുടെ ഇഷ്ടത്തിന് പോകുന്നു, അവരെപ്പോഴും മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നു, അവർ അനുസരണക്കേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വവും മാതാപിതാക്കൾക്കാണ്. കംപ്ലീറ്റ് ഉത്തരവാദിത്വം. ഒരിക്കലും കുട്ടികളെ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് തന്ന ബോധ്യമാണ്. ഇനി ഈ പിള്ളേരുമായിട്ട് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടുമ്പോൾ എവിടെയെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഏതെല്ലാം വീടുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അനേകം ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉടൻ പറയും, അമ്മയാണ് പ്രശ്നം, അപ്പനാണ് പ്രശ്നം, അമ്മയുടെ ഇന്ന ക്യാരക്ടറാണ് കുഴപ്പം, അപ്പൻ്റെ ഇന്ന ക്യാരക്ടറാണ് കുഴപ്പം, അവരുടെ വീട് ക്രമപ്പെടുത്തിയിട്ടില്ല, മാതാപിതാക്കൾ ശരിയായിട്ടല്ല വീട് ക്രമപ്പെടുത്തിയത്, ശരിയായിട്ടല്ല അവരെ പഠിപ്പിച്ചത്, അവരുടെ മാതൃക ലൈഫ് അവർക്കില്ലായിരുന്നു. 100 കാര്യങ്ങൾ കർത്താവ് എടുത്ത് നിരത്തി വെച്ചിട്ട് പറയും, ഈ അപ്പനും അമ്മയുമാണ് ഈ മകനെ നശിപ്പിച്ചത്, ഈ മകളെ നശിപ്പിച്ചതെന്ന് പറയും. ഈ വ്യക്തമായ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ കൗൺസിലിംഗ് നടത്തിയതുകൊണ്ടോ ഒരു പ്രത്യേക പഠനം ആൾക്കാരുടെ നടത്തിയിട്ടൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ് സംസാരിക്കുന്നത്. 100% ഒരു കുഞ്ഞ് നശിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ മാതാപിതാക്കളാണ്. ഏതെങ്കിലും തരത്തിലുള്ള തിന്മ അവരിലുണ്ടായിരിക്കും, ഉറപ്പാണ്. ആ തിന്മ വഴിയാണ് അശുദ്ധാത്മാക്കൾ ഈ കുഞ്ഞുങ്ങളിലേക്ക് പ്രവേശിച്ച് അവരെ കൊള്ളയടിക്കുന്നത്, നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മൾ തന്നെയാണ്. സദൃശ്യവാക്യം 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ വേദപുസ്തകം കള്ളം പറയില്ല, സത്യം മാത്രമേ പറയുന്നുള്ളൂ. അവനെ അഭ്യസിപ്പിക്കേണ്ട രീതിയിൽ അഭ്യസിപ്പിച്ചാൽ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. അത് ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു, അത് സത്യമാണ്. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇടർച്ച വയ്ക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കുഞ്ഞ് ശരിയായ രീതിയിൽ പോകുന്നില്ല, വൃദ്ധനായാൽ വിട്ടു മാറൂല എന്നാണ്. ആ കറക്റ്റ് ട്രാക്കിലാണ് ഓടിക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് മാറില്ല, ഒരു കാരണവശാലും മാറില്ല. പക്ഷേ ട്രാക്ക് തെറ്റിച്ചത് നമ്മളാണ്, പാരൻസാണ്, മാതാപിതാക്കളാണ്. അങ്ങനെയാണെങ്കിൽ അത് മാറും, തെറ്റായി പോവും. ക്യാരക്ടർ മാറുന്നു, ചിന്തകൾ മാറുന്നു, പ്രവൃത്തികൾ മാറുന്നു, നോട്ടങ്ങൾ മാറുന്നു, അശുദ്ധികൾ അവരിൽ വന്നു ചേരുന്നു. പലരും വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല ആഹാരം കൊടുക്കുക, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുക, അവരെ സ്കൂളിൽ കോളേജിലേക്ക് അയച്ച് വിദ്യാഭ്യാസം കൊടുക്കുക, ഇതോടുകൂടെ തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു കാര്യമേ അല്ല. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ കാര്യമേ അല്ല. ഇതല്ല ഒന്നാം സ്ഥാനത്ത് ഒരു കുഞ്ഞിനെ വളർത്തുന്ന സമയത്ത് ഒന്നത്. അവൻ വൃദ്ധനായാലും വിട്ടുമാറാത്ത എന്തോ ഒന്ന് അതിനകത്ത് കൊടുക്കണം. വൃദ്ധനായാലും വിട്ടുമാറാത്ത ഒന്ന്. നിങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം അവർക്ക് പഠിച്ച് ഒരു ജോലി വാങ്ങിച്ച് ജീവിക്കാനുള്ള കുറേ സാഹചര്യം മാത്രമാണ്. വാർദ്ധക്യത്തിലും മരണം വരെയും അന്ത്യത്തോളം ഇവിടെ ജീവിക്കാൻ, അവരെ നിലനിർത്താൻ ആവശ്യമായ സംഗതികൾ ആര് കൊടുക്കും? അത് കൊടുത്തേ പറ്റൂ. അതാണ് അവർക്ക് കൊടുക്കേണ്ടത്. നോക്ക്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54:13. യെശയ്യാവ് 54:13. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും.
54:13 എന്താണ് അവിടെ പറഞ്ഞത്? നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. യഹോവയാൽ ഉപദേശിക്കപ്പെടണമെന്നാണ് അതിനർത്ഥം. മക്കൾ ഇവിടെ ഈ പോയിന്റിലാണ് കുടുംബങ്ങൾക്കകത്ത് വലിയ തെറ്റ് സംഭവിച്ചത്. ഇവിടെയാണ് ഇടർച്ച എന്നൊരു വാക്ക് എടുത്തു പറയേണ്ടി വരിക. എന്നറിയാമോ? ആവർത്തന പുസ്തകത്തിൻ്റെ വാക്ക് വായിക്കേ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 എന്ന് വായിക്കാമോ? ആവർത്തനം 6-ാം അധ്യായം 6-7 വചനം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവിടെ കണ്ടോ? നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇന്നലെ ഞാൻ നിങ്ങളിതൊന്ന് പറഞ്ഞു. ഇന്നലെ എന്താ പറഞ്ഞേ? കൽപ്പനകൾ അനുസരിച്ചാൽ സൂപ്പർ ജീവിതം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? കൽപ്പന അനുസരിച്ചാൽ ഒരു കൽപ്പനയാണിത്. ഒരു കൽപ്പനയാണ് എടുത്ത് പറയുന്നത്. എന്തിന്? നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ, തലമുറ അനുഗ്രഹിക്കും. ഭയങ്കര പ്രാർത്ഥനയാണ്. മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥനയാണ്. എന്നിട്ട് കുഞ്ഞുങ്ങൾ നന്നാവുന്നില്ല. എന്നിട്ട് കമ്പെടുത്ത് അടി കൊടുക്കുകയാണ്, വഴക്ക് പറയാണ്, കുരുത്തം കെട്ടവരെന്നൊക്കെ പറയാണ്, പ്രാർത്ഥിക്കുന്നില്ല, പള്ളിയിൽ വരുന്നില്ല, ദൈവസ്നേഹമില്ല, അനുസരണമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പലതും കുഞ്ഞിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നു. വേദപുസ്തകത്തിൽ നിന്ന് വ്യക്തമായിട്ട് പഠിക്കൂ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വൃദ്ധനായാലും വിട്ടുമാറാത്ത വ്യവസ്ഥകൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ആര്? അപ്പനും അമ്മയും. അപ്പനും അമ്മയും മക്കൾക്ക് വേദപുസ്തകത്തിലെ മർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം. നമ്മൾ ഉപദേശം കൊടുക്കുന്നത് എന്താണ്? നമ്മൾ ലോകത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാനായിട്ട് അവർക്ക് കൊടുക്കുന്നൊരു ബദ്ധപ്പാടുണ്ട്. പഠിക്ക് എന്നിട്ട് അവരെ മാർക്ക് കിട്ടും. എത്ര മാർക്ക് കിട്ടി? ഫുൾ മാർക്ക് കിട്ടിയോ? അതിന് കൊടുക്കുന്ന ഒരു ബദ്ധപ്പാടുണ്ട്. അതിൻ്റെ 100 ഇരട്ടി ബദ്ധപ്പാട് നിങ്ങൾ ഇത് പഠിപ്പിക്കാൻ കാണിക്കണമെന്നാണ്. വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോ ദിവസവും ഇവരെ സ്കൂളുകളിലുള്ളത് കോളേജിലുള്ളതിനെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നു. തെറ്റൊന്നുമില്ല. നിർബന്ധിച്ച് പഠിപ്പിച്ച് ഇവരെന്തുവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആ ഓരോ ദിവസവും ഇവർ ലോകത്തിലുള്ള സംഗതിയെ തള്ളിക്കയറ്റി കൊടുക്കുകയാണ്. സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കയറ്റി, ഹിന്ദി, കുറേ ലാംഗ്വേജസ് എല്ലാം ഇങ്ങനെ ഇടിച്ച് കയറ്റി കൊടുക്കുകയാണ്. നല്ലതാണ്, പഠിക്കട്ടെ. ഇതെല്ലാം എവിടത്തുള്ള സാധനമാണ്? ഇവിടെയുള്ളത്. ഈ ലോകത്തിൽ വളരുന്നതും ഇവിടെ തീരുന്നതുമായ ചെറിയ കാര്യങ്ങളെ ഇടിച്ചുള്ളിലേക്ക് കയറ്റി കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ജോലി കിട്ടണം, പണം കിട്ടണം, നല്ല വീട് കിട്ടണം, നല്ല കുടുംബം കിട്ടണം. ഇവിടെ നീർക്കുമ്പള പോലത്തെ ഇവിടത്തെ ഒരു ജീവിതത്തിന് വേണ്ടി, നശിച്ചു പോകുന്ന ഇവിടത്തെ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഉള്ളിലേക്ക് തള്ളി ഓരോ മിനിറ്റിലും കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ ഇതിലേക്കുള്ളൊരു പ്രഷറാണ്. പകൽ മുഴുവൻ ഇതിലേക്കുള്ള പ്രഷറാണ്. വൈകുന്നേരം വന്നാൽ പിന്നെ ഉടനെ ട്യൂഷൻ്റെ പ്രഷറാണ്. രാത്രി വന്ന് പഠിക്കാനുള്ള പ്രഷറാണ്. പിള്ളേരുടെ ഉള്ളിലേക്ക് കുത്തി കയറ്റി കൊടുക്കുന്ന വിഷയം ലൗകികമായ പഠനത്തിൻ്റെ പ്രഷറാണ്. ഇതിനകത്ത് എവിടെ ഈ സാധനം? യേശു ക്രിസ്തു കർത്താവ് പറയുന്നു, നിൻ്റെ വേദപുസ്തകത്തെ നിൻ്റെ മക്കൾക്ക് നീ ഉപദേശിച്ച് കൊടുക്കണം. എത്ര സമയം അത് ചെയ്തു? ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ പ്രിയ മാതാപിതാക്കൾ നിൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കരുതേ. നിൻ്റെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അത് മറുപടി കിട്ടില്ല കറക്റ്റായിട്ട്. ഞാൻ സൂചിപ്പിച്ച മനസ്സിലായി ഇന്നലെ. നമുക്ക് അനുഗ്രഹം കിട്ടാത്തതിൻ്റെ റീസൺ നമ്മളാണ്. ബൈബിളിലെല്ലാം കൊടുത്തിട്ടുണ്ട്, നന്മകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ കാരണം പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടത്തില്ല. റീസൺ നമ്മളാണ്. കർത്താവ് ചോദിക്കുന്നത്, ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് നീ അനുസരിച്ചോ? ആ ചോദ്യത്തിന് ഈ അനുസരിക്കാത്തത് എന്താ? ഇടർച്ചയാണ്, ഒരു ബ്ലോക്കാണ്. അത് ഈ കുഞ്ഞ് പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. ചില പിള്ളേരൊക്കെ നമ്മൾക്ക് പറയും, പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല, സ്ട്രെസ്സാണ്, ടെൻഷൻസാണ്, പെയിനാണ്, പല ബുദ്ധിമുട്ടുകളാണ്. ഇങ്ങനെ പിള്ളേരൊക്കെ പറയാറുണ്ട്. ഈ കാലഘട്ടത്തിൽ കൂടുതലുമാണ്. എന്തുകൊണ്ട് ഈ ബ്ലോക്ക് അവരുടെ മുമ്പിലേക്ക് വരുന്നു? അതാണ് നമ്മുടെ ചോദ്യം. എന്തുകൊണ്ട് ഇവരെ സാത്താൻ അറ്റാക്ക് ചെയ്യുന്നു? പൈശാചിക അറ്റാക്സാണ് കൂടുതലെല്ലാം. എന്തുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു? ഇവർ ഉദ്ദേശിച്ച നിലയിൽ ഇവർക്ക് വളരാൻ പറ്റുന്നില്ല. ഇവർക്ക് അഡ്മിഷൻസ് ക്ലിയർ ആവുന്നില്ല, ഇവർക്ക് ബുദ്ധി ക്ലിയർ ആവുന്നില്ല, ഇവർക്ക് മാർക്ക് ക്ലിയറായി കിട്ടുന്നില്ല, ഇവർക്ക് ശരിയായ ഒരു ആത്മീക അന്തരീക്ഷം കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നു. അത് ഇടർച്ച. മനസ്സിലാവും? അതാണ് ഇടർച്ച. ഈ ഇടർച്ച വരുന്നത് എന്തുകൊണ്ടാണ്? പാവം പിള്ളേരാ. ചില കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ വന്ന് സങ്കടം പറയുന്നത് കാണാം. ഒരിക്കലൊരു പള്ളിയിൽ കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് പ്രാർത്ഥിക്കാൻ കുറച്ച് പേര് ഇങ്ങനെ വന്നു. അതിൽ വന്നവരെല്ലാം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് കൂടുതൽ പേര് വന്നിക്കടെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ ഒരു 4-5 ഫാമിലീസ് ഉണ്ട്. അതിലെല്ലാം പിള്ളേരുണ്ട്, കൊച്ചു പിള്ളേരാ. ഈ പിള്ളേർക്കെല്ലാം പ്രാർത്ഥിക്കുന്ന സമയത്ത് പൈശാചിക സ്വാധീനം എനിക്ക് കാണാൻ പറ്റും.
സാത്താൻ ഈ കുഞ്ഞുങ്ങൾ അറ്റാക്ക് ചെയ്യാണ്, ഓരോ കുഞ്ഞുങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഓരോരുത്തരും വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രശ്നം, ചിലർക്ക് ശാരീരിക പ്രശ്നമുണ്ട്, ചിലർക്ക് മനസ്സിൻ്റെ പ്രശ്നമുണ്ട്, പഠിച്ചിട്ട് കയറുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല, പല പ്രശ്നങ്ങൾ പറയും. എല്ലാ കുഞ്ഞുങ്ങളും ഇരുട്ടിൻ്റെ സ്വാധീനം കാണുന്നുണ്ട്. പൈശാചികമായൊരു സ്വാധീനം ഈ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കണം. ഞാൻ അതിശയിക്കാൻ എല്ലാത്തിലും ഉണ്ട്, എല്ലാ പിള്ളേരിലും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭാരം, ഇതെന്താ ഇങ്ങനെ എല്ലാ കുട്ടികളിലും ഇങ്ങനെ ഒരു പ്രശ്നം കാണുന്നല്ലോ കർത്താവേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ് എന്താണ് ഇതിൻ്റെ റീസൺ, എന്തുകൊണ്ട് എല്ലാ കുട്ടികളും ഇങ്ങനെ നിൽക്കുന്നു? ഓരോരുത്തർ ഓരോ ഫാമിലിയല്ലേ, ഓരോ പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് ഇവരുടെ മേക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നു? അപ്പോൾ ഞാൻ കാറിൽ കയറുമ്പോൾ കർത്താവിനോട് ഇങ്ങനെ ചോദിക്കുന്നത്, എന്താണ് കർത്താവ് ഇതിൻ്റെ റീസൺ? അപ്പോൾ കർത്താവ് എന്നോട് പറയുന്നറിയാമോ? സഭയിലെ ശാപമെന്നാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, സഭയിൽ നിന്നുണ്ടായ ശാപമെന്നാണ്. ഇച്ചിരി പാരമ്പര്യമുള്ളൊരു സഭയാണ്. സഭയിൽ നിന്ന് ഇവരുടെ പൂർവികർ, മാതാപിതാക്കൾ കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുത്തേക്കാണ്. പള്ളി കിടന്ന് അടിയാണ്, ഇവിടെ കിടന്ന് ബഹളമാണ്, ഇവിടെ അച്ഛന്മാർക്ക് നേരെ ചാട്ടമാണ്. അതുപോലെ ഇങ്ങനെ പാഴ്സൽ വാങ്ങിച്ച് പിള്ളേരുടെ വായിക്കകത്ത് ശാപം കഴിക്കുക. ഇടർച്ചാര വരുത്തിയേ? അപ്പനാ. അതാണ് എൻ്റെ മറുപടി. ആ സഭ രക്ഷപ്പെടണമെങ്കിൽ കംപ്ലീറ്റ് ക്ലീൻ ആക്കണം ആ പള്ളി. ഇനി ആര് വരൂ ഒരു കൊച്ചിനെ രക്ഷപ്പെടുത്താൻ? ഇനി അതിനകത്തൊക്കെ സങ്കടം തോന്നി, സങ്കടം. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളല്ല എന്നത് തെറ്റിയണത്. ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ പിന്നിൽ ഈ അപ്പനും അമ്മയാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്തിയെടുക്കുകയാണ്. അവരുടെ നാക്കും മൂക്കും വെച്ച് മര്യാദയ്ക്കിരിക്കാത്തത് കാരണം, പ്രത്യേകിച്ച് സഭകൾക്കകത്ത് ചെയ്തു വെച്ച പാപങ്ങൾ കാരണം ഉണ്ടായ ബ്ലോക്കുകൾ. ഇടർച്ച ഉണ്ടാക്കുന്നവൻ അയ്യോ കഷ്ടം, അയ്യോ കഷ്ടമാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് എനിക്ക് പറയാൻ വയ്യ വിട്ടുന്നുണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്നത്? ദുരന്തമാണ്. അതാണ് ഞാൻ പറഞ്ഞു, ഇന്നലെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, ദൈവമക്കളുടെ ലൈഫ് അനുഗ്രഹമാണ്, സന്തോഷമാണ്, സമൃദ്ധിയാണ്, സംരക്ഷണമാണ്. അതില്ലേ? ഇടർച്ചയുടെ ശാപമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടർച്ചകൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ ദുരന്തങ്ങളാണ് അനുഭവിക്കുന്നത്. തിരിച്ചറിഞ്ഞേ പറ്റൂ, തിരിച്ചു വന്നേ പറ്റൂ. എവിടെയാ തെറ്റിയ കർത്താവ്? എവിടെയാണ് ബ്ലോക്ക് സംഭവിച്ചത്? എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? എന്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ലൈഫ് അനുഗ്രഹിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് തലമുറ അനുസരണക്കേടിനകത്തേക്ക് ഇറങ്ങിപ്പോയി? കർത്താവെ പഠിപ്പിച്ചു. ഒരു റീസൺ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്രായം മുതൽക്കേ വേദപുസ്തകം പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കോ സൺഡേ സ്കൂളിനോ അല്ല. ഇല്ലെന്ന് പറയുന്നില്ല, മാതാപിതാക്കൾക്കാണ്, അപ്പനും അമ്മയ്ക്കുമാണ്. അതിന് ബൈബിൾ വായിക്കാൻ അപ്പന് സമയം വേണ്ടേ? അമ്മയ്ക്ക് സമയം വേണ്ടേ? സ്വന്തമായിട്ട് വായിക്കാൻ പോലും ഇവിടെ സമയമില്ല. പിന്നെയാണ് ഇനി മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. മക്കളെ എങ്ങനെ വേദപുസ്തകത്തിനകത്ത് നിർത്താൻ പറ്റും? പല സഭകൾക്കകത്തും കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺഡേ സ്കൂൾ എക്സാമിനേഷന് വേണ്ടിയിട്ട് പിള്ളേരെ പഠിപ്പിക്കും. മാർക്ക് വാങ്ങിക്കുക, ഇവിടുത്തെ എനിക്കറിയില്ല, മാർക്ക് വാങ്ങിക്കുക, ട്രോഫി വാങ്ങിപ്പിക്കുക, ബൈബിൾ വാങ്ങിപ്പിക്കുക, ഒരു അഭിമാനം ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും എന്ന് പറയുന്നില്ല. ദുരന്തമാണ് ഇതൊക്കെ. അങ്ങനെയൊന്നുമല്ല പിള്ളേരെ ബൈബിൾ പഠിപ്പിക്കേണ്ടത്. മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല പിള്ളേരെ പഠിപ്പിക്കേണ്ടത്. പഠിച്ചോട്ടെ, ആ മത്സരത്തിൻ്റെ പേരിൽ കുറേ വാചനം പിള്ളേർ ഉള്ളിലിരിക്കട്ടെ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ പ്രിയരെ മനസ്സിലാക്കണം, മാതാപിതാക്കൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ തിരുവചനത്തെ കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെ ഇടർച്ച ചെയ്യുന്നു, ആ കുഞ്ഞിനെ നിങ്ങൾ നശിപ്പിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതൊരു കൽപ്പനയാണ്. ഭക്ഷണം കൊടുത്താൽ പോരാ, വസ്ത്രം കൊടുത്താൽ പോരാ, വിദ്യാഭ്യാസം കൊടുത്താൽ പോരാ, നല്ല കുടുംബജീവിതം ഉണ്ടാക്കാൻ വേണ്ടി നടന്നിട്ട് കാര്യമൊന്നുമില്ല. വചനം കൊടുത്തോ? എത്ര ദിവസം നീ കൊടുത്തു? എത്ര ദിവസം നിങ്ങൾ ഒരുമിച്ചിരുന്ന് വേദപുസ്തകത്തിന് ആശയങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്തു? നിങ്ങളുടെ മക്കളും മാതാപിതാക്കളുമായിട്ട് എത്ര ദിവസം ഒരുമിച്ചിരുന്ന് ആത്മീക വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇന്നലെയും പറഞ്ഞില്ല, നുണ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. നാട്ടിലെ കാര്യങ്ങൾ പറയാം, അപ്പുറത്തുള്ള കാര്യം, ഇപ്പുറത്തുള്ള കാര്യം, ഇതൊക്കെ പറയാനല്ലേ ഇഷ്ടം. അത് മുഴുവൻ ശാപങ്ങളാണ് ആ വീട്ടിനകത്ത്. പൈശാചിക ദുരാത്മാക്കൾ ഇങ്ങനെ നിറയുക ഓരോ വാക്കുകളിലൂടെയും. സത്യത്തിൽ വന്നു ചേരേണ്ട എന്താണ്? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഫ്രീക്വൻസിയാണ് പിടിച്ചെടുക്കേണ്ടത് നമ്മൾ. അതെങ്ങനെ? ദൈവത്തിൻ്റെ വചനം ഒരപ്പൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, ഒരമ്മ സംസാരിക്കുമ്പോൾ, മക്കളോട് ഇന്ന് സംസാരിക്കുമ്പോൾ, പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, ദൂതന്മാർ ഇറങ്ങി അവിടെ വരും. ഇരുട്ടിൻ്റെ ആത്മാക്കൾ ഇങ്ങനെ മാറാൻ തുടങ്ങും. അവിടെ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ദൈവവചനം പ്രഘോഷിക്കുന്നിടത്ത് പൈശാചിക ആത്മാക്കൾ ഇരിക്കാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞിൻ്റെ അകത്തേക്ക് നിങ്ങൾ ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരിക്കണം. ഇടർച്ചകളാവരുത്. ലോകം ജഡം, പഠനം. അങ്ങനെ കുഞ്ഞുങ്ങളെപ്പോഴും ചിന്തയിൽ വരും, ഈ ലോകമാണ് പ്രധാനം. സൺഡേ സ്കൂളിന് വരാൻ പറ്റത്തില്ല, ആരാധനയ്ക്ക് വരാൻ പറ്റത്തില്ല, അപ്പോഴേക്ക് ട്യൂഷനാണ്. ഇത് അപകടമാണ്. നിങ്ങൾ എത്ര IAS ആയിരുന്നു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഏത് വലിയ കോഴ്സിന് പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ കോഴ്സ് കാരണം ഈ കുഞ്ഞിൻ്റെ നിത്യജീവനാണ് പോകുന്നത്. ആലയത്തിൽ വരാതെ പോടാ പോയി പഠി എന്ന് പറയുമ്പോൾ,
നമ്മൾ ഇൻഡയറക്റ്റ്ലി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്നറിയാമോ? പള്ളിയൊന്നും വലിയ കാര്യമൊന്നുമല്ല. പ്രാർത്ഥനയും പള്ളിയൊക്കെ അവിടെ ഇരിക്കും, നീ പോയി പഠിക്കാൻ നോക്ക്, രക്ഷപ്പെടാൻ നോക്കി. മനസ്സിലായി? ഇൻഡയറക്റ്റ്ലി നമ്മൾ എന്ത് പറയുന്നു? ദൈവത്തിന് വലിയ സ്ഥാനമൊന്നും വേണ്ട, പഠിച്ച് വേണമെങ്കിലല്ല ജോലി വാങ്ങിച്ച് ജീവിക്കാൻ നോക്ക്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണ്ട, കൊടുത്താൽ നിൻ്റെ ലൈഫ് പോകും എന്നാണ് നമ്മൾ ഇൻഡയറക്റ്റ്ലി പറഞ്ഞത്. ഈ കുഞ്ഞ് നാളെ പുറത്തേക്ക് ഇറങ്ങി ലോകത്തിലേക്ക് പോകുന്ന സമയത്ത് ലൗകിക കാഴ്ചകളും ഇഷ്ടങ്ങളും മോഹങ്ങളൊക്കെ അവരിലേക്ക് വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണ്ട, ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനം, കൂട്ടുകാരുടെ കൂടെ കൂടുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുക. അവരങ്ങനെ സ്വാഭാവികമായി ചിന്തിച്ചു. എന്താ തെറ്റ്? ആര് കൊടുത്തു? അപ്പൻ കൊടുത്തു, അമ്മ കൊടുത്തു. അതാണ് കർത്താവ് ചോദിച്ചത്. എന്തിന് 23 വയസ്സുള്ളൊരു യൗവനക്കാരി തെറ്റിപ്പോയി? എന്തുകൊണ്ട് 20 വയസ്സായപ്പോൾ കുഞ്ഞുങ്ങൾ തെറ്റിലേക്ക് പോകുന്നു, അശുദ്ധിയിലേക്ക്, തിന്മയിലേക്ക് പോകുന്നു, അനുസരണക്കേടിലേക്ക് പോകുന്നു? കാരണം നീ 3-ാം വയസ്സിലും 5-ാം വയസ്സിലും 6-ാം വയസ്സിലും കൊടുത്ത അടിസ്ഥാനം ലോകത്തെ നോക്കിയാൽ മതിയടാ എന്ന് പഠിപ്പിച്ചില്ലേ? അതാണ് ഇടർച്ച വരുത്തിയത് അപ്പനും അമ്മയാണ്. ഈ എളിയവൻ ഇടർച്ച വരുത്തുന്നതിന് അയ്യോ കഷ്ടം. ആ അപ്പനും അമ്മയുടെ ജീവിതത്തിനകത്ത് ദുരന്തമാണ്, അത് ശാപമാണ്. സത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു കുഞ്ഞിന് വേണ്ടി കർത്താവ് കൊടുത്ത എഫർട്ട് എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാം. സീരിയസ് ആയിട്ട് കാണണം. ഒരു കുഞ്ഞിനെ ദൈവം കാണുന്നത് എന്തുമാത്രം പവിത്രതയിലാണെന്നറിയാമോ? ചെറുപ്രായം മുതൽ ആ കുഞ്ഞിനെ ദൈവഭവനിലും വളർത്താനാണ് നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്പിരിച്വൽ വേൾഡ് അതിനെ കൺട്രോൾ ചെയ്യുന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് രഹസ്യമായി അപ്പൻ ചെയ്യുന്ന പാപം അല്ല അമ്മ ചെയ്യുന്ന പാപം, അതിലൂടെ അശുദ്ധാത്മാക്കൾ പ്രവേശിക്കും. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, മൊബൈൽ ഫോൺ ഇന്ന് സുലഭമായതോടുകൂടി ആണും പെണ്ണും എല്ലാം പ്രായഭേദമെന്നെ ഇന്ന് പോൺ വീഡിയോസിന് അടിമകളാണ്. നല്ലൊരു ശതമാനവും അശുദ്ധമായ വീഡിയോസ് കാണുന്നു. ഇത് കാണുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വീഡിയോ കാണുന്ന സമയത്ത് അത് എന്തുമാത്രം ദുരാത്മാക്കളാണെന്നറിയുമോ ആ സ്ഥലത്തേക്ക് വന്നു ചേരുന്നത്. ഒരു വീട്ടിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു ഭൂമി അശുദ്ധമാക്കപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ആ അശുദ്ധാത്മാക്കൾ വീട്ടിലേക്ക് പ്രവേശിക്കുകയും അതിലൂടെ ആ വീട്ടിനകത്തുള്ള ദുർബലരായവരെ, വിശ്വാസത്തിൽ ദുർബലരായവരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. വിശ്വാസത്തിൽ ദുർബലർ എപ്പോഴും കുഞ്ഞുങ്ങളായിരിക്കും. മാതാപിതാക്കൾ ദുർബലരായതുകൊണ്ടാണല്ലോ ഇത് കാണുന്നത്. അതിനേക്കാൾ ബലഹീന കുഞ്ഞുങ്ങളാണ്. കാരണം കുഞ്ഞുങ്ങളെ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. ഈ കുഞ്ഞ് വളർന്ന് വിശുദ്ധിയിൽ വളർന്നു വന്നാൽ സാത്താന് ഇഷ്ടമല്ല, അത് അവരിനെതിരെ വരും. അതുകൊണ്ട് ആദ്യം ഈ കുഞ്ഞുങ്ങളെ അങ്ങ് അറ്റാക്ക് ചെയ്യും, അവരിലേക്ക് ഇത് പ്രവേശിക്കും. കുഞ്ഞുങ്ങളങ്ങ് ബന്ധിക്കും. നമ്മൾ വിചാരിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ജീവിക്കുന്നു എന്ന് വിചാരിക്കരുത്. സത്യമാണ്, ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു തരികയാണ്. അല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാത്തതിൻ്റെ റീസൺ അവർ മടി കാരണമല്ല. എത്രയോ കേസുകൾ എനിക്കറിയാമെന്ന് അറിയാമോ? പഠിക്കുന്നില്ല, അടി കൊടുത്ത് വഴക്ക് പറഞ്ഞു, അവർ എന്തൊക്കെ ചെയ്തിട്ട് അവസാനം നിവൃത്തിയില്ല പ്രാർത്ഥിക്കാൻ കൊണ്ടിരുന്ന കേസുകൾ പൈശാചികമായിരിക്കും അതിനകത്ത്. ആ കുഞ്ഞിൻ്റെ പ്രശ്നം അല്ലത്. നിങ്ങൾ ചുമ്മാ അടിക്കരുത് കുട്ടികളെ, അങ്ങനെ അടിച്ച് നന്നാക്കാൻ ശ്രമിക്കരുത്. അത് വിഡ്ഢിത്തമാണ്. വഴക്ക് പറഞ്ഞ് നന്നാക്കാൻ ശ്രമിക്കരുത്, ഭോഷത്വമാണ്. അതിൻ്റെ പിന്നിലൊരു അശുദ്ധാത്മാവ് ഉണ്ടാവും, അവരെ സ്വാധീനിക്കുന്നുണ്ടാവും. അവർക്ക് മനസ്സിലാകുന്നില്ല. ചില മാതാപിതാക്കൾ മനസ്സിലാകുന്നില്ല, ഇടവും അടിക്കുകയാണ്. മനസ്സിലാകുന്നില്ലെന്നേ. അതെന്താ അപ്പനും അമ്മയ്ക്ക് മനസ്സിലാവാത്തേ? അവർക്ക് മനസ്സിലാകുന്നില്ല, അവർക്ക് ഓർമ്മ നിൽക്കുന്നില്ല. അതൊന്നും നിനക്ക് മാത്രം ഓർമ്മ നിൽക്കാത്ത, നിനക്ക് മാത്രം എന്താ മനസ്സിലാതെ, അപ്പുറത്തുള്ളവർക്ക് മനസ്സിലായാലോ, അതിൻ്റെ കൂട്ടുകാരനൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ, നിനക്കെന്താ ആ പറ്റുന്നില്ല. ആ പറ്റാത്തതിൻ്റെ റീസൺ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. നമ്മൾ ഇതിനെ വരുത്തി വെച്ച് എന്തോ ഉണ്ട് അതിനകത്ത്. മാതാപിതാക്കൾ പരിശുദ്ധരാണ് എപ്പോഴും. നമ്മൾ പരിശുദ്ധരാണ്, പിള്ള പഠിക്കുന്നില്ല, എല്ലാം കൊടുക്കുന്നവർക്ക് എന്തോ കുറവാണ്. നമ്മൾ ചോദിക്കുന്നത് എന്ത് കുറവാണ് നിനക്ക്? എല്ലാം വാങ്ങിച്ച് തരുന്നില്ലേ? എല്ലാം തരുന്നില്ല, എന്തോന്ന് തരുന്നു? സ്പിരിച്വൽ വേൾഡാണ് കൺട്രോൾ ചെയ്യുന്നത് ഇതെല്ലാം. ഒരു ഇൻവിസിബിൾ വേൾഡ്. നമ്മൾ കാണുന്നത്, നിങ്ങൾ എന്നെ കാണുന്നു, ഞാൻ നിങ്ങളെ കാണുന്നു, ഇത്രയും നമുക്ക് കാണാൻ പറ്റുന്ന പുറമെയുള്ള ഭൗതിക കാര്യങ്ങൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഒരു ഇൻവിസിബിൾ വേൾഡ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൂതന്മാർ, അശുദ്ധാത്മാക്കൾ ഇങ്ങനെ നടക്കുകയാണ് ഇതിനകത്ത്, ദേശത്ത്. ഇതിനെതിരെയാണ് നമ്മളിത് സംസാരിക്കുന്നത്. ഈ അശുദ്ധാത്മാക്കളെ തട്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്, പ്രസംഗിക്കുന്നതെല്ലാം. ചില സഭകളിൽ നിന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ടു പോയൊരു സഭയുണ്ട്. സഭയെന്ന് പറയാൻ പറ്റത്തില്ല, എനിക്കൊന്ന് മൂവ് ചെയ്യാനേ പറ്റത്തില്ല. പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് കഷ്ടപ്പെട്ട് 1 മണിക്കൂർ തീർക്കണ്ടേ, കഷ്ടപ്പെട്ട് തള്ളി മുന്തി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു തീർത്തു. കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ അച്ഛൻ്റെ അടുത്തും ചോദിച്ചു, എന്താ ഇവിടുത്തെ പ്രശ്നം? പ്രസംഗിച്ചിരിക്കും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛൻ എങ്ങനെയാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്? അപ്പോഴച്ഛൻ എന്നോട് പറയാണ്, 15 കേസുകൾ ഈ പള്ളിക്കകത്തുണ്ട്. 15 കേസ് ഈ പള്ളിക്കകത്തുള്ള ആൾക്കാർ തമ്മിലാണ് എല്ലാം. അതിൽ നല്ലൊരു വിഷയം വ്യഭിചാര വിഷയങ്ങളാണ്. പള്ളിയിൽ വരുന്നത് വ്യഭിചരിക്കാൻ. അതിനാണ് പള്ളിയിൽ വരുന്നത്. ഗുണ്ടായിസം. പള്ളിക്കകത്ത് എല്ലാ ആരാധന കഴിഞ്ഞ ഉടനെ ഒരു വഴക്കാവും. എന്തെങ്കിലും കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് പള്ളിക്കകത്ത് കൊണ്ടുവന്ന് അടിപിടിയാണ്. എനിക്കറിയത്തില്ല ഈ സംഭവം ഒന്നും. എനിക്ക് പ്രസംഗിക്കാൻ മാത്രം പറ്റുന്നില്ല. മുഴുവൻ അശുദ്ധാത്മാക്കൾ പള്ളി നിറച്ച് 99% അശുദ്ധാത്മാക്കളാണ്. നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഇടർച്ചകൾ,
അത് എവിടെയാണ് ഇടർച്ച ഉണ്ടാക്കി വയ്ക്കുന്നത് അവിടെ അത് മൂവ് ചെയ്യും. ആ ഇരുട്ടിൻ്റെ ആത്മാക്കൾ അവിടെ മൂവ് ചെയ്യും. അത് അവിടെ ഉള്ള കുഞ്ഞുങ്ങളെ ബാധിക്കും. ഞാൻ പറയുന്നത് എന്നെ കർത്താവ് പ്രേരിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. വേറെ ഒത്തിരി സംഗതികളെ ഇത് ബാധിക്കും കേട്ടോ. നിങ്ങളുടെ എല്ലാ ലൈഫ്, ആരോഗ്യം, സമ്പത്ത് എല്ലാം ബാധിക്കും. പക്ഷേ കുഞ്ഞുങ്ങളിലേക്ക് പോയിന്റ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിൽക്കുന്നത്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കൂ, കുട്ടികളെ നശിപ്പിക്കരുത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് നശിപ്പിക്കുന്ന രീതിയിലാണ് പിശാച് അതിനുള്ള വഴികൾ തുറന്നിട്ടേക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മൊബൈൽ ഫോൺസാണ്. നശിപ്പിച്ച് കളയാണ് കുഞ്ഞുങ്ങളെ. അവരുടെ കരങ്ങളിൽ ഇതെടുത്ത് കൊടുത്ത് അവരത് നോക്കി. ചില മാതാപിതാക്കൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് മൊബൈൽ കാണാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് ഇരുന്ന് കാണണമല്ലോ ഇങ്ങനെ. അപ്പം കുട്ടികൾ ശല്യപ്പെടുത്താതിരിക്കാൻ കൊച്ചു പൊടി കുഞ്ഞുങ്ങളെ അവർ വന്ന് ശല്യപ്പെടുത്തും. പപ്പാ, അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് അവർക്ക് എന്തെങ്കിലും പറയാനാണ്. അവർ കണ്ടൊരു കാഴ്ച പറഞ്ഞു കൊടുക്കാനാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞുങ്ങളൊരു ശല്യമാണ്. കാരണം ഫേസ്ബുക്കിൽ ഇങ്ങനെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞൊരു ശല്യമാണ്. മാറിപ്പോടാ, മാറിയില്ല, അങ്ങോട്ട് മാറിയില്ല എന്നിങ്ങനെ തള്ളിയിട്ട് അവിടെ അടങ്ങിയിരിക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു മൊബൈൽ കൂടെ അവരേക്ക് കൊടുത്താൽ മതി. അവരത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ എനിക്കിത് കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാം. എന്ത് ദ്രോഹമാണ് ചെയ്തതെന്നറിയാമോ? എന്തൊരു ദ്രോഹം! ഈ കുഞ്ഞ് ആ നിമിഷം മുതൽ പിശാചിൻ്റെ അടിമത്വത്തിലായി. മൊബൈൽ ഫോണിൽ 90% അശുദ്ധാത്മാക്കളാണ്. പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്, സത്യം. കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പല സംഗതികളും കർത്താവ് ഓരോന്നായിട്ട് എന്നോട് പറഞ്ഞു, അത് സ്റ്റോപ്പ് ചെയ്യ്, ഇത് സ്റ്റോപ്പ് ചെയ്യ്, അത് സ്റ്റോപ്പ് ചെയ്യ്, അതിലിങ്ങനെയാണ്, ഈ സ്പിരിറ്റാണ് ഇങ്ങനെ വ്യാപരിക്കുന്നത്, നിന്നെ അറ്റാക്ക് ചെയ്യും, നിർത്ത്. നല്ലതില്ലെന്നല്ല, നല്ലതെടുക്കുന്നത് എത്ര പേരുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ വചന ശുശ്രൂഷ എടുത്ത് കേൾക്കൂ. ഒരു വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ അടി വേറൊരു സാധനം വരും. എന്നാൽ പിന്നെ അതുകൊണ്ടൊന്ന് കാണാം. അവിടെ ഇങ്ങനെ കൈവയ്ക്കും. വചനം മാത്രമാണോ കേൾക്കുന്നത്? കേട്ട് തുടങ്ങിയത് വചനമാണ്. സാത്താൻ അടിയിൽ കൊണ്ടുവന്ന് വേറൊരു സാധനം അതിലും കുത്തും. അപ്പം മറ്റവനാവും. ഇതെങ്ങനെ പോകും? ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക്? വേറെ പ്രയാസം ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ. കുഞ്ഞുങ്ങൾക്ക് ചില മാതാപിതാക്കൾ പറഞ്ഞറിയാമോ, എൻ്റെ പിള്ളയ്ക്ക് എല്ലാം അറിയാം, മൊബൈൽ ഫോണിൽ എല്ലാം അറിയാം. അതെല്ലാം അറിയണതല്ല, അവൻ പിശാച് കൊണ്ടുപോയി എന്നാണ് അർത്ഥം. എല്ലാം അറിയാം, എവിടെ തൊട്ടാലും എന്തുണ്ടെന്ന് എല്ലാം അറിയാം. സാത്താൻ്റെ കൈക്കകത്ത് കൊടുത്തിരിക്കുകയാണ് എൻ്റെ പിള്ളേ എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ പറയാൻ പാടില്ല. എല്ലാം അറിയിക്കരുത്. ആ കുഞ്ഞുങ്ങളെ അറിയിക്കേണ്ടത് ഈ സാധനമല്ല നിങ്ങൾ അറിയിക്കേണ്ടത്. ഇതിനകത്ത് കംപ്ലീറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതും അശുദ്ധാത്മാക്കളിലേക്കുള്ള യാത്രയാണ്. അതുപോലെ തന്നെ മൊബൈൽ ഗെയിംസ് അപകടം. രക്ഷപ്പെടുത്താൻ പറ്റാത്ത എത്രയോ പേരെന്നറിയാം ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത്. പിള്ളേരുടെ ഞാൻ യൂത്തിന് ഒരു ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ എന്നോടൊപ്പം ശുശ്രൂഷ പങ്കുചേരുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും രാത്രി 9 മണി മുതൽ 10 മണി വരെ 15 വയസ്സിന് 30 വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ബൈബിൾ സ്റ്റഡി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ലിങ്ക് അച്ഛനെ ഷെയർ ചെയ്തിട്ട്. ആ ക്ലാസ്സിനകത്ത് ഒത്തിരി പിള്ളേർ യൂത്ത് പല സഭകളിലുള്ളവരാണ്. അവരിങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ് കഴിയുന്ന സമയത്തും പിള്ളേർ ചിലരൊക്കെ എന്നെ ഫോണിൽ വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും, അച്ഛാ ഇന്ന പ്രശ്നം എനിക്കുണ്ട്. അതിലേറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്ന അവരുടെ ലൈഫിനെ തകർത്ത് കളഞ്ഞ 2 വിഷയങ്ങൾ, ഒന്ന് മൊബൈൽ ഗെയിമും ഒന്ന് പോൺ വീഡിയോസുമാണ്. തുടക്കത്തിൽ ഇവരാരും ഒന്നും പറയുന്നില്ല, എല്ലാം കണ്ടും ആസ്വദിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ലൈഫ് തകർന്നപ്പോൾ, മാനസിക തകർച്ചകൾ വന്നപ്പോൾ, പഠിക്കാൻ പറ്റാതെ ആയ സമയത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ഇവർ അങ്കലാപ്പിൽ കിടക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ്സിനകത്ത് ഇത് കയറി വരികയാണ്. അവിടെ ഈ സാധനമാണ് ഈ അശുദ്ധാത്മാവിന് കാരണം, ഇത് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുമ്പോൾ പിള്ളേരിങ്ങനെ വിളിക്കാൻ തുടങ്ങും. അയ്യോ അച്ഛാ എനിക്ക് ഈ പ്രശ്നമുണ്ട്, ഞാനിങ്ങനെ ആയിപ്പോയി, ഇനി എങ്ങനെ രക്ഷപ്പെടും, ഇനി എങ്ങനെ നിർത്താൻ പറ്റും? നിർത്താൻ പറ്റുന്നില്ല, ഊണില്ല, ഉറക്കമില്ല. അതിനകത്തങ്ങ് അഡിക്ഷൻ, വീണ് പോയ ജീവിതങ്ങൾ തുറന്ന് വെച്ചു കൊടുത്തത് മാതാപിതാക്കളാണ്. നമ്മുടെ പോയിൻ്റ് അതാണ്. ഇടർച്ച ഉണ്ടാക്കിയത് മാതാപിതാക്കളാണ്. എന്തിനെ തുറന്നു വെച്ചു കൊടുത്തത്? എന്തേ മാതാപിതാക്കൾക്ക് മക്കളോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ട് അവരോടൊപ്പം അല്പസമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അവരോടൊപ്പം പുറത്തേക്ക് ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല മാതാപിതാക്കൾക്ക്? ഈ കാലഘട്ടത്തിലെ പ്രശ്നം ഞാൻ പറയുകയാണ്. കുഞ്ഞുങ്ങളെ മക്കളെയും കൊണ്ട് പുറത്ത് യാത്ര ചെയ്യാൻ എന്താ കഴിയാത്തത്? എത്ര പിള്ളേർ നമ്മൾ സങ്കടം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. എത്ര കുട്ടികൾ അച്ഛാ പപ്പയോടൊന്ന് പറ, ഒരു ദിവസം ഞങ്ങളൊരു ബീച്ചിലൊന്ന് കൊണ്ടുപോകാൻ. സീരിയസ്ലി ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇത് സൂചിപ്പിച്ച് പോകാറുണ്ട്. അതുകൊണ്ട് പിള്ളേർ എൻ്റെ അടുത്തൊന്ന് പറയും, പപ്പയോടൊന്ന് പറ അച്ഛാ, അമ്മയോടൊന്ന് പറ, ഒരു ദിവസം ഞങ്ങളൊന്ന് ബീച്ചിലൊന്ന് കൊണ്ടുപോകാൻ പറ, ഒന്ന് പുറത്തൊന്ന് ഒരു പാർക്കിലൊന്ന് കൊണ്ടുപോകാൻ പറ. അവർക്ക് സമയമില്ല, എന്തൊരു തിരക്കാണ്. ഈ കുട്ടികൾക്ക് ഉണ്ടാക്കി വയ്ക്കുന്ന ഇടച്ച മാനസിക സ്ട്രെസ് എന്ത് മാത്രമാണെന്നറിയാമോ? ഇവിടെ മുതിർന്ന ആൾക്കാർ ചിന്തിച്ചു നോക്കാം. നിങ്ങളുടെയൊക്കെ പഴയ കാലത്ത് പുറത്തിറങ്ങി കളിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു, ഒത്തിരി മാനസിക ഉല്ലാസങ്ങളുണ്ട്. ഈ കാലഘട്ടത്തൊക്കെ പോയി മുറിക്കകത്താക്കിയില്ല നമ്മൾ അടിച്ച്. അങ്ങനെ സാഹചര്യങ്ങൾ ലോകത്ത് ഉണ്ടാക്കിപ്പെട്ടു. കാലം മാറിപ്പോയി. പക്ഷെ പുറത്തിറക്കണം.
അവർക്ക് മനസ്സിനെ വിശാലമാക്കണമെങ്കിൽ പാരൻസിൻ്റെ റിലേഷൻ ക്ലിയർ ആക്കണം. അത് ചെയ്യാതെ വണ്ണം ഒരു അപ്പൻ ജോലി കഴിഞ്ഞാൽ ഓടി വീട്ടിൽ വന്നാൽ ഉടനെ ഈ സാധനം എടുക്കുകയാണ്. അപ്പൻ്റെ പരിപാടി ഇതാണ്, ഓടി വന്ന് ഉടനെ ഇതെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കണം. അമ്മ ഇത് തന്നെ ജോലി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറകെയാണ്. ഈ കുഞ്ഞും മാതാപിതാക്കളുമായിട്ടുള്ള ഇൻറ്റിമസി നഷ്ടപ്പെടുകയാണ്. അവർ മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ്. ചെയ്തത് മുഴുവൻ മാതാപിതാക്കളെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു സീരിയസ്ലി. ഇടർച്ച ഉണ്ടാക്കിയത് പാരൻസ് എന്നാണ്. നിങ്ങളുടെ കുഞ്ഞിന് എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിക്കുന്നുവെങ്കിൽ ആദ്യം നോക്കേണ്ടത്, ചികിത്സിക്കേണ്ടത് കുഞ്ഞിനെ അല്ല, മാതാപിതാക്കളെയാണ്. നമ്മളിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കൂ, എവിടെയാണ് കർത്താവ് എനിക്ക് തെറ്റിയത്? ഞാൻ പഠിപ്പിച്ചു, ഞാൻ ഈ പറഞ്ഞ വാക്യം ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് അവിടെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നത്, ഇന്ന് ഞാൻ നിനക്ക് കൽപ്പിക്കുന്ന നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി സംസാരിക്കണം. ആര്? എത്ര പേർ ഈ കൽപ്പന അനുസരിക്കുന്നു? വീട്ടിലിരിക്കുമ്പോൾ ആരാണ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നവർ? കുഞ്ഞുങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇന്നത്തെ പ്രസംഗം എന്തായിരുന്നു? എത്ര പേർ സംസാരിക്കുന്നു? പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്തു പോയാൽ മതി. നിങ്ങൾക്ക് കിട്ടുന്ന വചന പ്രഘോഷണങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യൂ. പുരോഹിതൻ പറഞ്ഞ വചനത്തെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യൂ. എന്താണ് അതിൻ്റെ മർമ്മങ്ങൾ? എന്തായിരുന്നു അതിൻ്റെ സത്യം? അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടോ? വീണ്ടും നിങ്ങൾ ചെന്ന് ചോദിക്കൂ, അച്ഛനോട് ചോദിക്കൂ. അങ്ങനൊരു ഫാമിലീസ് എനിക്കുണ്ട്. അങ്ങനെയുള്ള ഫാമിലീസിനെ എനിക്കറിയാം. അനുഗ്രഹിക്കപ്പെട്ട ഫാമിലീസിനെ എനിക്കറിയാം. മക്കൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ അറിയാം. അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കും വീട്ടിനകത്ത്. വചനം സംസാരിക്കണം. ഓരോ ദിവസവും ഓരോ കുഞ്ഞുങ്ങൾക്ക് വചനം വായിക്കുന്നത് ഏതൊക്കെ ഭാഗമാണ് നിങ്ങൾ വായിക്കുന്നത് അപ്പനറിയാമോ? നിങ്ങളുടെ മക്കൾ ബൈബിൾ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ കുഞ്ഞിൽ വായിക്കുന്നുണ്ടോ? ബൈബിൾ പഠിക്കുന്നുണ്ടോ? ഒരു വാക്യം അവർ എഴുതിയെടുക്കുന്നുണ്ടോ? ഒരു എഴുതുന്നുണ്ടോ ഡെയിലി? അത് എത്ര മാതാപിതാക്കൾക്കറിയാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ച എന്താണെന്ന്? ഇടർച്ച ഉണ്ടാക്കുന്നു, അതിന് താല്പര്യം കാണിക്കുന്നില്ല. ഇടർച്ച ആരാ ഇടർച്ച ഉണ്ടാക്കിയത്? മാതാപിതാക്കൾ എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. വളരെ ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ട മക്കളെ. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-4 എഫേസ്യർ 6:4. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുക. കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുക. കോപിപ്പിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ചുമ്മാ അങ്ങ് അടിക്കരുത്, ചുമ്മാ അങ്ങ് വഴക്ക് പറയരുത്. കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും. ആരുടെ അപ്പൻ്റെ എന്നല്ല, അമ്മയുടെ ഒന്നുമല്ല, കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും ഒന്നാണ്. കർത്താവിൻ്റെ ബാലശിക്ഷ എന്ന് വെച്ചാൽ എന്താ? കർത്താവിൻ്റെ ബാലശിക്ഷ വരണമെങ്കിൽ ഒരു കുഞ്ഞ് അവൻ സ്കൂളിൽ പോയിട്ട് വന്ന സമയത്ത് ഒരു പെൻസിൽ മോഷ്ടിച്ചുകൊണ്ട് വന്നു എന്ന് വെച്ചോ. അവൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഒരു പെൻസിൽ എടുത്തിട്ട് വരികയാണ്. അപ്പോൾ അവൻ വന്ന് പറയാണ്, അതറിയാതെ എൻ്റെ ബാഗിനകത്തായിപ്പോയി, അല്ലെങ്കിൽ അവന് ഇഷ്ടം പോലെ പെൻസിലുണ്ട്, അല്ലെങ്കിൽ അവൻ തന്നാണ് എന്നൊക്കെ കള്ളമൊക്കെ പറഞ്ഞേക്കാം, പിള്ളേർ പലതും പറഞ്ഞേക്കാം. അപ്പം അതൊരു തെറ്റല്ലേ? മോഷണമാണ്, അത് തെറ്റാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ നിങ്ങൾ എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? ഇതിലൂടെ ഒരു പാഠം ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. എന്ത് പാഠം? കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലുമാണ്. അപ്പം കർത്താവ് ഇതിനെപ്പറ്റി എന്തു പറയുന്നു എന്ന് വേണം പഠിപ്പിക്കാൻ, അല്ലാതെ നീ എന്തു പറയുന്നു എന്നല്ല. നമ്മുടെ വാക്കിട്ട് നമ്മളിങ്ങനെ പറയുന്നു, അത് തെറ്റാണ്, നീ വേറെ ആരെയും പരിസരം എടുത്തുകൊണ്ടുവരാൻ പാടില്ല, അങ്ങനെ ആരെയും നമുക്ക് വേണ്ട, തിരിച്ചു കൊണ്ടുപോട്. ഇത് നമ്മുടെ വാക്ക്, നമുക്കങ്ങനെ പറയാം, നല്ലതാ, ഉപദേശം നല്ലതാ. പക്ഷെ നിങ്ങൾ പറയേണ്ടത് അങ്ങനെയല്ല. വേദപുസ്തകത്തിൽ ഇത് തെറ്റാണ്. ബൈബിൾ അടിസ്ഥാനത്തിൽ നീ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നത് തെറ്റാണ്, അത് മോഷണമാണ്, ദൈവസന്നിധിയിൽ തെറ്റാണ്. സ്വർഗരാജ്യം അവകാശമാകത്തില്ല മോഷ്ടിക്കുന്ന കള്ളൻ. നിനക്കത് നഷ്ടപ്പെടും. ഈ കുഞ്ഞിൻ്റെ കണക്ഷൻ പോകുന്ന മനസ്സിലാവുന്നോ? ഈ കുഞ്ഞ് വേദപുസ്തകത്തിൽ കണക്ട് ചെയ്യുന്നു, ദൈവ ഭയമുണ്ടാകുന്നു, സ്വർഗം എന്നൊരു ചിന്ത ഈ കുഞ്ഞിനുണ്ടാവും. ഇത് നിങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും വേണം വളർത്താൻ. അല്ലാതെ അപ്പൻ പറയുന്നു ഞാൻ പറയുന്നു തെറ്റാണെന്ന് അങ്ങനെ പറഞ്ഞാൽ കുറച്ച് നാൾ അപ്പനെ പേടിച്ച് നിൽക്കും ഈ കൊച്ച്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്പനിൽ നിന്ന് അകലുന്നൊരു കാലം വരും. അന്ന് അപ്പൻ കാണുന്നില്ലല്ലോ. അങ്ങനെയല്ലേ നമ്മുടെ മക്കൾ പോയത്? അമ്മ കാണുന്നില്ലല്ലോ, പിന്നെ എന്തു ആവാമല്ലോ. അങ്ങനെയല്ലേ കുഞ്ഞുങ്ങൾ വഴി തെറ്റിയേ. അപ്പോൾ ആ ഉപദേശം കൊടുത്തതിൻ്റെ തെറ്റാണ്. ശരിയായി പറഞ്ഞു, ദൈവം കാണുന്നടാ. യോസഫ് അതല്ലേ പറഞ്ഞേ? യോസഫിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് യോസഫ് മിസ്രൈമിലേക്ക് എത്തി. പോത്തിഫോറിൻ്റെ വീട്ടിൽ ചെന്ന് സുന്ദരിയായ പോത്തിഫോറിൻ്റെ ഭാര്യ യൗവനക്കാരനായ യോസഫിനെ വശീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എന്തുമാകാമെന്നൊരു സിറ്റുവേഷനകത്ത് യോസഫിൻ്റെ ഉള്ളത്തിൽ നിന്ന് യോസഫ് പറഞ്ഞ ഒരൊറ്റ കാര്യം, എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? പോത്തിഫോർ അറിയത്തില്ല, എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ആരും അറിയത്തില്ല, ലോകം അറിയത്തില്ല, ഞാനും ഈ സ്ത്രീ മാത്രം അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് തമ്മിലൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് എന്തുവാവാം, ഒരു പ്രശ്നമില്ല. വേണമെങ്കിൽ യൗവനക്കാരനായ അദ്ദേഹത്തിനാകാമായിരുന്നല്ലോ. എൻ്റെ ദൈവത്തോട് ഞാനെങ്ങനെ പാപം ചെയ്യും? ദൈവത്തോട് ഞാനിങ്ങനെ പാപം ചെയ്യും? എവിടെ നിന്ന് കിട്ടി ബോധ്യം? അതാണ് യാക്കോബ് എന്ന അപ്പൻ്റെ ഒരു മനോഹാരിത, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത്. മോനെ സ്നേഹിച്ചു നമ്മൾ പറയും. യോസഫിനെ ഏറ്റവും കൂടുതൽ മറ്റെല്ലാ മക്കളെക്കാളും യോസഫിനെ ഏറെ സ്നേഹിച്ചു യാക്കോബ്. ഏറെ സ്നേഹിച്ചു എന്നതിൻ്റെ അർത്ഥം ഏറെ വചനം കൊടുത്തു എന്നാണ്.
ഏറെ വചനം കൊടുത്തു. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ യോസഫ് പിടിച്ചു നിൽക്കുന്നത്. ചുമ്മാ അപ്പന്മാരെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചാൽ മാത്രം പോരാ, വചനം കൊണ്ട് പഥ്യോപദേശത്തിലും ബാലശിഷ്യയിലും അവിടെ വളരെ ഉള്ളിൽ ദൈവത്തെ കൊടുക്കണം, ദൈവഭയത്തെ കൊടുക്കണം, സ്വർഗത്തെ കൊടുക്കണം. അപ്പോൾ ഈ കുഞ്ഞ് നിങ്ങളെ വിട്ട് ദൂരേക്ക് ഓടിപ്പോകുന്ന സമയത്തും ലോകത്തിൻ്റെ അശുദ്ധികളെല്ലാം കാണുമ്പോഴും ലൗകികതകളൊക്കെ അവർ നടന്ന് നീങ്ങിയേ പറ്റൂ. പോകുന്ന സമയത്ത് അവർ ഉള്ളിൽ ഇങ്ങനെ പറയും, യോ ദൈവം കാണുമല്ലോ, ദൈവത്തിൻ്റെ സന്നിധി തെറ്റല്ലേ, ദൈവസന്നിധി തെറ്റല്ലേ, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്ത് ഉപദേശമാണ് നമ്മൾ കൊടുക്കുക? പ്രിയമുള്ളവർ, ഈ ഉപദേശം കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിന് ഇടർച്ച വയ്ക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് ഇടർച്ച വയ്ക്കുന്നു. വളരെ സൂക്ഷിച്ചാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഉദ്ദേശിക്കുന്ന പർപ്പസിൽ എത്തിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എത്തില്ല. ഇല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും പോകും പോലെ പോയി എന്ന് പറഞ്ഞ് നമുക്ക് കൈവിട്ട് കളയാം. മോശ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഫറവോനൊരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്താണ്? എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ എറിഞ്ഞു കളയുക, ഒറ്റ രക്ഷപ്പെടാൻ പാടില്ല. അപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെല്ലാം സ്ത്രീകളിങ്ങനെ മാതാപിതാക്കൾ നൈൽ നദിയിൽ എറിയുകയാണ്. എന്താണ് കാരണം? എറിഞ്ഞില്ല എങ്കിൽ പട്ടാളക്കാർ വന്ന് പിടിച്ചുകൊണ്ട് ഇവരെ കൊന്നുകളയും. അപ്പോൾ എന്തായാലും എറിഞ്ഞു കളഞ്ഞേ പറ്റത്തുള്ളൂ. നൈൽ നദി എന്ന് പറയുന്നത് ലോകത്തെ കുറിക്കുന്നതാണ്, ലോകത്തെ. അപ്പോൾ അങ്ങ് എറിഞ്ഞു കളയണം, പോയി ചാവ്, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നിന്നെ കൊണ്ട്, അങ്ങനെ എറിഞ്ഞു കളയാം. അപ്പോഴാണ് ഒരു അമ്മയും അപ്പനും മോശ എന്ന കുഞ്ഞ് ജനിക്കുന്നു. മോശ എന്ന് പിന്നെയാണ് പേരിടുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നു. അപ്പോൾ ഇവർ ഈ കുഞ്ഞിനെ നൈൽ നദിയിൽ എറിയുന്നില്ല. എറിയാതെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ആരും ശബ്ദം കേൾക്കാതെ. ഈ കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ശബ്ദം കേട്ടാൽ പട്ടാളക്കാരെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതൊന്നും കേൾപ്പിക്കാതെ വളരെ സീരിയസ് ആയിട്ട് ഒതുക്കി വളർത്തുകയാണ്. ഇങ്ങനൊരു കാലഘട്ടം നിങ്ങൾക്കുണ്ട്. എല്ലാ മാതാപിതാക്കൾക്കും മക്കളെ ഇങ്ങനെ കൈക്കകത്ത് ഒതുക്കി വളർത്താൻ പറ്റുന്നൊരു പീരീഡ് ഉണ്ട്. ഒരു ചുരുക്കം ചില കാലം കൊച്ചു കുഞ്ഞുങ്ങൾ അകത്ത് വെച്ച് വളർത്താം. അവരെ പഠിപ്പിച്ച്, പ്രാർത്ഥിപ്പിച്ച്, ശിക്ഷയൊക്കെ കൊടുത്ത്, സ്നേഹിച്ച്, അവരിങ്ങനെ പപ്പ അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അവർക്ക് വേറെ ആരെയും അവർക്ക് അറിഞ്ഞില്ല. ബാക്കി എല്ലാവർക്കും പേടിയാണ്. അവർക്ക് ആകെപ്പാട് ആശ്രയം അപ്പനും അമ്മയും മാത്രമാണ്. അങ്ങനെ ഒരു കൊച്ചു പീരീഡുണ്ട്, ഒരു ടൈം പീരീഡ്, ഒരു ചെറിയ പീരീഡ്. അത് കഴിയുമ്പോൾ ഈ കുട്ടികൾ പതുക്കെ ലോകത്തിലേക്ക് നോക്കും. അന്ന് ഇവിടെ വാടാ എന്ന് വിളിച്ചാൽ അവർ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനൊരു കാലം വരും. അവർക്ക് ലോകത്തിലേക്ക് പോയേ പറ്റൂ. നിങ്ങൾ എത്ര പൂട്ടിക്കെട്ടിയാലും അവർ പോകും. പോയേ പറ്റൂ, വിട്ടേ പറ്റൂ. അതാ സ്റ്റേജ്, വിട്ടേ പറ്റൂ. പൊതിഞ്ഞു വെച്ചൊരു കാലം, പുറത്ത് ലോകത്തിലേക്ക് വിടണം. അപ്പോഴാണ് നൈൽ നദിയിൽ എറിഞ്ഞു കുറയണതിന് എല്ലാം ശവങ്ങളായിട്ട് അടിയിൽ ഒഴുകുകയാണ്. അപ്പോഴീ അപ്പനും അമ്മയ്ക്കൊരു ഭാരമാണ്, നൈൽ നദിയിലോട്ട് എങ്ങനെ ഈ കുഞ്ഞിനെ എറിഞ്ഞാൽ ശവമാവും. ലോകത്തിലേക്ക് എങ്ങനെ നിൻ്റെ കുഞ്ഞിനെ പറഞ്ഞു വിടും? പോക്കാണ്. പോയാൽ കോളേജിലേക്ക് പോയാൽ പോക്കാണ്, സ്കൂളുകളിലേക്ക് പോയാൽ പോക്കാണ്. അങ്ങനെയാണ് പഠനങ്ങളെല്ലാം. അശുദ്ധി കൊണ്ട് നിറഞ്ഞൊരു കാലം. അപ്പോഴാണ് ഈ അപ്പനും അമ്മയോട് തീരുമാനമെടുത്തു, നൈൽ നദിയിൽ അടിയിലല്ലേ ശവങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ഒഴുകുന്നത്, ഞങ്ങളുടെ കുഞ്ഞിനെ നൈൽ നദിയുടെ മേലെ വയ്ക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവർ ഞങ്ങളുടെ കൊണ്ടൊരു പെട്ടി വാങ്ങിച്ചു. കീലും പശയും എല്ലാം പുരട്ടി ഭദ്രമാക്കി. അതിനകത്ത് ഈ കുഞ്ഞിനെ കെട്ടി പെട്ടകം മൂടി ഞങ്ങളുടെ ഇടയിൽ കൊണ്ട് നൈൽ നദിയുടെ മേലെ വെച്ചു. അനേകം കുഞ്ഞുങ്ങൾ ശവങ്ങളായിട്ട് നൈൽ നദിയുടെ അടിയിലൂടി ഒഴുകുമ്പോൾ ഈ കുഞ്ഞ് മാത്രം ജീവൻ്റെ തുടിപ്പുമായി നൈൽ നദിയുടെ മേലെ ഒഴുകുകയാണ്. റീസൺ മാതാപിതാക്കളാണ്. അങ്ങനെ വിടാൻ ഉറപ്പുള്ള ചില മാതാപിതാക്കളുണ്ടായിരുന്നു. എങ്ങനെ? 3 മാസം ഈ കുഞ്ഞിനെ വീട്ടിനകത്ത് വെച്ച സമയത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഉറങ്ങാതെ മയങ്ങാതെ ഒരു പട്ടാളക്കാരൻ്റെ കാലടി ശബ്ദം പുറത്ത് കേൾക്കുന്നുവെങ്കിൽ കുഞ്ഞിൻ്റെ ശബ്ദം പുറത്ത് വളരരുത് എന്ന ആഗ്രഹത്തോടെ രാവും പകലും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത മാതാപിതാക്കൾ. കുഞ്ഞിന് പഥ്യോപദേശം കൊടുത്ത്, വേദപുസ്തകം പറഞ്ഞുകൊടുത്ത്, പ്രാർത്ഥനകൾ പറഞ്ഞുകൊടുത്ത്, ദൈവഭക്തി പറഞ്ഞുകൊടുത്ത് ചേർത്ത് പിടിച്ചൊരു കാലം. ഇത് കഴിയുമ്പോൾ നിങ്ങൾ കൈവിടും. കുഞ്ഞിനെ പുറത്തേക്ക് വിടും. പുറത്തേക്ക് വിട്ടപ്പോൾ ഒരു കവറിങ്ങിനകത്താണ് വിട്ടത്. ഏത് കവറിങ്? പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിരുന്നു, അവർക്ക് വിശ്വാസം പറഞ്ഞു കൊടുത്തിരുന്നു, ദൈവഭയം പറഞ്ഞു കൊടുത്തിരുന്നു, സ്വർഗത്തെപ്പറ്റി പറഞ്ഞു കൊടുത്തിരുന്നു. ഈ കവറിങ്ങോടെ കുഞ്ഞിനെ കൊണ്ട് ലോകത്തിലേക്ക് വിട്. ലോകത്തിൻ്റെ അശുദ്ധികൾ യോസഫിൻ്റെ മേൽ ആഞ്ഞടിച്ചതുപോലെ ആഞ്ഞടിക്കുമ്പോഴും ഈ കുഞ്ഞ് പറയും, അതശുദ്ധിയാണ്, ഇതശുദ്ധിയാണ്, ദൈവഭയമാണ്, ദൈവത്തിന് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട, ഇത് വേണ്ട. ഇങ്ങനെ കുഞ്ഞിലേക്കും പ്രൊട്ടക്ഷൻ, കവറിങ്. ഇത് കൊടുക്കുന്നതിന് കിട്ടുന്നൊരു കാലമുണ്ട്, അത് നഷ്ടപ്പെടുത്തല്ലേ. കുഞ്ഞുങ്ങൾക്കത് പഥ്യോപദേശത്തിലും ദൈവത്തിൻ്റെ പഥ്യോപദേശവും ബാലശിക്ഷയും ലൈഫ് ലോങ് നിൽക്കും. അപ്പൻ്റെ പഥ്യോപദേശവും ബാലശിക്ഷയും അപ്പൻ്റെ കൺവെട്ടം മാറുമ്പോൾ തീരും. അതാണ് കാലം. പ്രിയരെ, ഇടർച്ച ഉണ്ടാക്കുന്നവർക്ക് അയ്യോ കഷ്ടം. എന്തുകൊണ്ട് അനേകം മാതാപിതാക്കൾ കരയുന്നു, ദുഃഖിക്കുന്നു, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നു? നഷ്ടപ്പെട്ടു പോയൊരു കാലം. സൂക്ഷിച്ചു വയ്ക്കുക. കർത്താവ് അതിനെ തെറ്റായിട്ട് പറയുന്നു, ശാപമായിട്ടും തിന്മയായിട്ടും പറയുന്നു. വളരെ സൂക്ഷിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകൂടെ ആ വചനം വായിക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 4 മുതലുള്ള വചനത്തിനകത്ത് ഉള്ള ഒരു കവറിങ് ഉണ്ട്. ഒന്നുകൂടെ വായിച്ചേ. മത്തായി 18:4 മുതൽ. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകുന്നു. തന്നെത്താൻ
താഴ്ത്തുന്നവൻ. ശ്രദ്ധിച്ച് മനസ്സിലാവാക്ക്. ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. തന്നെത്താൻ താഴ്ത്തുന്നവൻ. അടുത്ത വാക്ക്. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഓക്കെ, ഉണ്ടോ? ഇങ്ങനെയുള്ള ശിശു, എങ്ങനെയുള്ള? തന്നെ താഴ്ത്തുന്നവൻ, അങ്ങനെയുള്ള ശിശു എന്നാണ്. അപ്പം ഇവിടെ പറയുന്നത് കുട്ടികളെ ഉദ്ദേശിച്ചിട്ടല്ല. ആ പോയിന്റ് വരുമ്പോൾ കുട്ടികളല്ല, തന്നെത്താൻ താഴ്ത്തിയ ശിശുവിനെ പോലെ ഉള്ളവൻ. അവൻ 30 വയസ്സാവാം, അവൻ 50 വയസ്സാവാം, 60 വയസ്സാവാം, 70 വയസ്സ് എത്രയാവാം. പക്ഷെ ഒരു കുഞ്ഞിനെ പോലെ തന്നെത്താൻ താഴ്ത്തിയവൻ, സ്വർഗരാജ്യത്തിൽ അവൻ വലിയവൻ. കേട്ടോ, സ്വർഗരാജ്യത്തിൽ ആ വ്യക്തി വലിയവനാണ്, ദൈവത്തിന് വലിയവനാണ്. ഓക്കെ, താഴോട്ട്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി. നമ്മൾ വായിച്ച ഭാഗമാണ്. കണ്ടോ? അപ്പോൾ അങ്ങനെ തന്നെ താഴ്ത്തിയ, പാവം പോലിരുന്ന, കർത്താവിനനുസരിച്ച, സ്വർഗത്തിൽ വലിയവൻ ഇവിടെ ശിശുവിനെ പോലെ താഴ്ത്തി, അങ്ങനെയുള്ള ഒരുത്തന് ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ തിരിക്കല്ല് കെട്ടിയെറിഞ്ഞു കളയുക. ആർക്കെതിരെയാണ് ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് മനസ്സിലായോ? നിങ്ങൾക്കും എനിക്കും വേണ്ടിയിട്ടാണ്. നമ്മൾ ദൈവമക്കളാണല്ലോ അല്ലേ? ദൈവമക്കളാണ്. അപ്പോൾ ദൈവമക്കൾ എങ്ങനെയാണ്? ശിശുവിനെ പോലെ തന്നെ താഴ്ത്തുന്നവൻ. അങ്ങനെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കില്ല. അതിനർത്ഥം സ്വർഗത്തിൽ നീ വലിയവനാകാത്തിടത്തോളം കാലം അവിടെ പ്രവേശനമില്ല. സ്വർഗത്തിൽ വലിയവനാകുന്നവൻ ഇവിടെ ചെറുതാവണം. ശിശുവിനെ പോലെ താഴ്ത്താത്തവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. ശിശുവിനെ പോലെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ, ശിശുവിന് ദേഷ്യം വന്നാൽ ആ കുഞ്ഞിനെ അത് നിലനിർത്താൻ അറിയത്തില്ല. ഒരു വികാരം ഞാൻ പറയാം. ചിലപ്പോൾ പിള്ളേർ തമ്മിൽ കളിക്കുന്ന സമയത്ത് ഒരു വഴക്കുണ്ടാവാം. അവർക്ക് അടുത്ത നിമിഷം വീണ്ടും ഒരു കൂട്ടാവും. കാരണം അവർക്കത് അറിയത്തില്ല നിലനിർത്താനായിട്ട്. അതൊരു വാശിയോ ആയിട്ടോ വൈരാഗ്യമായിട്ടോ പിണക്കമായിട്ടോ ഉള്ളിൽ കാണില്ല. അത് അവരങ്ങനെ പ്രകടിപ്പിച്ച് നിങ്ങൾക്ക് തീരും. ശിശു അവർക്ക് ജഡിക വികാരങ്ങൾ അടിമപ്പെടുന്നില്ല. അവർ ലൈംഗിക വികാരങ്ങൾ അടിമപ്പെടുന്നില്ല. ഈ കാലഘട്ടത്തിന് പ്രശ്നം ചേർത്ത് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇവിടെയൊന്നും അടിമപ്പെടാത്ത ശിശു, ആ ശിശുവിനെ പോലെയാവുക. അങ്ങനെ ആകുന്ന സമയത്ത് നിനക്ക് സൗമ്യമായിരിക്കും. ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ കുഞ്ഞിന് കരഞ്ഞുകൊണ്ടിരിക്കും. തിരിച്ചു പറയാനായിട്ട് കുഞ്ഞിന് അറിയത്തില്ല, അങ്ങനെ പ്രതികരിക്കാനൊന്നും അറിയത്തില്ല. ഒന്ന് പാവം കൊച്ചു കുഞ്ഞിനെ പോലെ. അങ്ങനെ താഴ്ത്തുന്ന ഒരു വ്യക്തിക്ക് ദൈവം പറയുന്നു സ്വർഗത്തിൽ അവൻ വലിയവനാണ്. സ്വർഗത്തിൽ വലിയവനാണ്. എന്നിട്ട് നമ്മൾ വായിച്ചൊരു ഭാഗം വായിച്ചിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എല്ലാം വായിക്കുന്നില്ല, പോട്ടെ. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇവരുടെ ദൂതന്മാർ ദൈവത്തിൻ്റെ മുഖം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. വേദപുസ്തകം പറയുന്നു ഈ എളിയവരുടെ ദൂതന്മാർ സ്വർഗത്തിൽ ദൈവത്തെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട്, ഈ എളിയ മകന് വേണ്ടിയിട്ട്, മകൾക്ക് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ പൈതലിന് വേണ്ടിയിട്ട് ദൂതൻ റെഡിയാണ് അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ദൈവം ഒരു മെസ്സേജ് പാസ് ചെയ്താൽ ആ സ്പോട്ടിൽ ആ ദൂതൻ ഇവന് വേണ്ടി ഇവിടെ ഇറങ്ങും. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ഇപ്പം ഞാനൊരു എളിയവനാണെങ്കിൽ, ഒരു ദൈവത്തിൻ്റെ സന്നിധി ശിശുവിനെ പോലെ താഴ്ത്തിയവനാണെങ്കിൽ, എൻ്റെ ദൂതൻ റെഡിയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. എനിക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായാൽ, ഇവിടെ നിന്ന് ഒരാൾ എനിക്ക് നേരെ അറ്റാക്ക് ചെയ്താൽ, എനിക്ക് ഇടർച്ച ഉണ്ടാക്കിയാൽ, എനിക്ക് ദോഷം ചെയ്താൽ, രണ്ട് രീതിയിൽ ഈ സംഭവം റിയാക്ട് ചെയ്യപ്പെടാം. ഒന്ന്, ദൈവം അനുവദിച്ച ചില ദോഷങ്ങൾ വരാം. അത് ഒരു പ്രശ്നമല്ല, അത് ഞാൻ അനുഭവിക്കണം. അത് എന്നെ ഒരാൾ ചീത്ത വിളിക്കുന്നു, അത് കർത്താവ് പറഞ്ഞിട്ടാവാം. കർത്താവ് പറയാം, എൻ്റെ മകനാണ്, ചീത്ത വിളിച്ചോ, കാരണം അവൻ ക്ഷമിക്കുമോ എന്ന് നോക്കട്ടെ, ടെസ്റ്റിംഗ് നടക്കാം. എന്നെ അവൻ ശുശ്രൂഷക്കാരൻ വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്നു, എന്നാൽ പിന്നെ നമുക്ക് അറിയണമല്ലോ ഇവൻ ക്ഷമയുണ്ടോ, സൗമ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നേരെ കർത്താവ് അനുവദിക്കാം ചില പ്രതികൂലാനുമതി. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ക്ഷമിച്ചും സഹിച്ചും പുറത്ത് നിൽക്കണം, ടെസ്റ്റ് പാസ്സാവണം. 2, അത് ദൈവം അനുവദിച്ചതാണ്, അതങ്ങ് പോകും. രണ്ടാമത്തെ കേസ്, ദൈവം അനുവദിക്കാതെ എനിക്ക് നേരെ ഒരാൾ ഒരു ചെറുവിരൽ അനക്കിയാൽ, ഞാൻ ഉദാഹരണം പറയുകയാണ്, എളിയവർക്ക് വേണ്ടി പറയുകയാണ്, ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കൂ. ഒരു എളിയ പൈതൽ, ദൈവത്തിൻ്റെ പൈതലിന് നേരെ ഒരു ചെറുവിരൽ ഒരുത്തൻ അനക്കിയാൽ, അപ്പോൾ ദൂതൻ അവിടെ റെഡിയാണ്. ദൈവം അപ്പോൾ തന്നെ ദൂതൻ ഇങ്ങ് റിലീസ് ചെയ്യും. ആ ഇടർച്ച അവൻ്റെ കഴുത്തിൽ തിരിക്കല് കെട്ടിയങ്ങറി. അതാണ് ഇവിടെ പറഞ്ഞതിനർത്ഥം. ആ ലൈഫ് ശാപഗ്രസ്തമായി പോവും. എളിയവർക്ക് സ്വർഗം നൽകുന്ന പ്രൊട്ടക്ഷൻ ഞാൻ പറയണം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം നൽകുന്ന പ്രൊട്ടക്ഷൻ. അങ്ങനെ ആർക്കും ചുമ്മാ വലിഞ്ഞു കയറി ഒന്നും ചെയ്തിട്ട് പോകാൻ പറ്റില്ല ആർക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ ജീവിതം തീർത്ത് കളയുന്നതല്ല നമ്മുടെ ദൈവം, സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്, സകല നന്മകളിലും വഴി നടത്തുന്ന ഒരു ദൈവമാണ്. പക്ഷേ നീ ശിശുവിനെ പോലെ താഴ്ത്തി വചനം പറയുന്നതിനനുസരിച്ച് അങ്ങനെ കർത്താവിനെ സമർപ്പിച്ച് കൊടുക്കുന്നുവെങ്കിൽ, തൻ്റെ ദൂതന്മാരയച്ച് കാവൽ വയ്ക്കുന്ന ഒരു സർവ്വശക്തനായ ദൈവം, അവർക്ക് വേണ്ടി സകലതും പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന ദൈവം. മറ്റൊരു വാക്യം കേട്ടെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 17 വചനം വായിച്ച യെശയ്യാ 54:17. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള
അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കേട്ടോ ആ വചനം കേട്ടോ, യെശയ്യാവ് 54:17. നിനക്ക് വിരോധമായി ദൈവ പൈതലിനെ പറ്റി പറയുന്നു, എളിയ മക്കളോട് സംസാരിക്കുന്നു, ശിശുവിനെ പോലെ തന്നെ താഴ്ത്തി കർത്താവ് പറയുന്ന പോലെ അനുസരിച്ച് ജീവിക്കുന്ന മക്കൾക്ക് ദൈവം നൽകുന്ന വാഗ്ദത്തം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. നമുക്ക് ദൈവ മക്കൾക്കുള്ള നന്മകൾ പഠിച്ചു നോക്കാൻ. നിങ്ങൾക്ക് വിരോധമായി ആഭിചാരമുണ്ടാക്കിയാൽ ഫലിക്കില്ല. കൂടോത്രം ചെയ്ത് വെച്ചാൽ വല്ലതും കേൾക്കുക, ഒന്നും വരത്തില്ല. ആർക്ക് വരത്തില്ല? ദൈവത്തിൻ്റെ പൈതലിന് വരില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ക്രിസ്ത്യാനിക്ക് വരില്ലെന്ന് പറഞ്ഞില്ല, പള്ളിഭക്തന്മാർക്ക് വരുമെന്നും വരില്ലെന്നും പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ മക്കൾക്ക്, ശിശുവിനെ പോലെ താഴ്ത്തിയവർക്ക് ക്ഷമ, സൗമ്യത, ദീർഘക്ഷമ, വിനയം, സൗമ്യത, പ്രാർത്ഥന, വിശുദ്ധ ജീവിതം, ആരാധന. എളിയ മക്കളെ പോലെ, പാവം പോലെ. ചിലപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അയ്യേ പൊട്ടൻ, ഭോഷൻ, ഒന്നും അറിഞ്ഞിടാത്തവൻ, മിണ്ടാതെ പോകുന്നു എന്നൊക്കെ കളിയാക്കി അയക്കാം. പക്ഷെ സ്വർഗത്തിൽ അവൻ വലിയവനാണ്, അവൾ വലിയവളാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് വിരോധമായി ഒരായുധവും ഫലിക്കത്തില്ല. ആഭിചാരം ചെയ്യുന്ന വ്യക്തികളോട് വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. അങ്ങനെ ചെയ്തിട്ട് ഒരു മാനസാന്തരപ്പെട്ട ഒരാളെ ഈ അടുത്തിടയ്ക്ക് ഞാനിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയാണ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നേരെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പടി ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ദുരന്തം അനുഭവിക്കേണ്ടി വരും. അവർക്കറിയാൻ പറ്റുന്നതാണ്, ചെയ്യത്തില്ല. അവർ അങ്ങനെയുള്ള കേസുകൾ വരുന്ന സമയത്ത് എത്ര ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞാലും ചെയ്യത്തില്ല എന്നാണ്. യേശുവിൻ്റെ മക്കളെ തൊടാൻ ലോകത്തിൻ്റെ ഒരു ശക്തിയും കഴിയില്ല. പക്ഷേ ക്രിസ്ത്യാനികളൊക്കെ വാങ്ങിച്ച് പിടിക്കുകയാണ്. മനസ്സിലാക്കുക. ദൈവ പൈതൽ ദൈവത്താൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടവരാണ്. അത്ഭുത കവറിങ്ങാണത്. അത് ഈ എളിയ പൈതലിന് ഉള്ളൂ കവറിങ്. പക്ഷെ നമ്മുടെ ഈ കവറിങ് പോകാൻ റീസൺ നമ്മുടെ പാപമാണ്. പാപം ചെയ്യുമ്പോൾ അശുദ്ധാത്മ കയറാൻ വഴി കൊടുക്കും. നമ്മൾ ആഭിചാര ശക്തിയിൽ അകത്തേക്ക് കയറി വരും, നമ്മളെ നശിപ്പിച്ച് കളയും. അത് സത്യമാണ്, അതുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് യാതൊരു ആയുധവും ഫലിക്കുകയില്ല എന്ന് പറയാണ്. ആയുധം ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെ നീ കുറ്റം വിധിക്കുമെന്നാണ്. നിനക്ക് നേരെ എന്തൊക്കെ ന്യായവിധികൾ നിരത്തിയാലും നിൻ്റെ നാവിനകത്തൊരു ബലം തന്ന് ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. അത് ഇവിടെയും സ്വർഗ്ഗലോകത്തിലും ഒരുപോലെ തന്നെയായിരിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും അവൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതാകുന്നു എന്ന് യഹോവ കണ്ടോ. ദൈവത്തിൻ്റെ മക്കൾക്കുള്ള, ദൈവത്തിൻ്റെ ദാസന്മാർക്കുള്ള അവകാശം അതാണ്. ഒരായുധവും വലിക്കത്തില്ല. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വചനമാണ് കേട്ടോ അത്. ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത്, പോരാട്ടങ്ങൾ വരുന്ന സമയത്ത്, മുൻപിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത്, പിശാച് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് യെശയ്യാവ് 54:17 ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. സാത്താനെ നിൻ്റെ ആയുധം എൻ്റെ മേൽ ഭരിക്കുകയില്ല. നിനക്ക് എന്നെ വിട്ട് പോകാം, ഞാൻ യേശുവിൻ്റെ മകനാണ്, ഞാൻ യേശുവിൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാം. ഈ വചനം വെച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചാൽ ശക്തമായി നിങ്ങൾക്ക് ഒരു കോട്ട മതിൽ കെട്ടപ്പെടും. പാപങ്ങൾ ഏറ്റു പറയണം കേട്ടോ. പാപം നിന്ന് കഴിഞ്ഞാൽ സാത്താൻ നിങ്ങളുടെ മേൽ അവകാശം വരും. അവ ഏറ്റു പറഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാം. മറ്റൊരു ഭാഗം വായിച്ചേ, ആവർത്തന പുസ്തകം 31:6. ആവർത്തനം 31:6. ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന വാഗ്ദത്തം കണ്ടോ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വാഗ്ദത്തം എല്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ പൈതലിന്, ഞാൻ ഈ പറഞ്ഞ എളിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ എല്ലാവർക്കും അല്ല. എല്ലാവരും ഇത് ആക്റ്റീവ് ആവില്ല. ക്രിസ്ത്യാനിക്കെല്ലാം ആക്റ്റീവ് ആവില്ല. അതുകൊണ്ടാണ് നമുക്ക് പലത് കിട്ടാതെ പോകുന്നത്. ഇത് ശിശുവിനെ പോലെ താഴ്ത്തിയവർക്ക് വേണ്ടി മാത്രമാണ്. ആവർത്തനം 31:6 വാക്യം ഇങ്ങനെ, ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ. ധൈര്യത്തോടെ നിൽക്കാൻ കർത്താവ് പറയണം. നമ്മൾ രാവിലെ എഴുതിച്ചിട്ട് എനിക്ക് ബലമുണ്ട്, ധൈര്യമുണ്ട്, ബൈബിളിൽ പറയുന്നു, ആരടാന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ഇടി കിട്ടും, നമ്മൾ തകർന്നു വീഴും, സാത്താൻ നമ്മളെ അറ്റാക്ക് ചെയ്തു. എന്താ കാരണം? നിങ്ങൾക്ക് ധൈര്യപ്പെടാനുള്ള വകുപ്പില്ല. ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും. ആരോടാ പറഞ്ഞേ? ദൈവത്തിൻ്റെ എളിയ മക്കളോടാണ് പറഞ്ഞത്. എളിയ പൈതലിനോട്, ക്ഷമയുള്ള സൗമ്യതയുള്ള ശിശുവിനെ പോലെ തന്നെ താഴ്ത്തിയവനോടാണ് പറഞ്ഞത്, നീ ധൈര്യത്തോടെ നിന്നോ, പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. പക്ഷേ ഇങ്ങനെ താഴ്ത്താത്തൊരാൾ, ഇങ്ങനെ താഴ്മയില്ലാത്തൊരാൾ, വിനയമില്ലാത്തൊരാൾ, ദൈവഭക്തി ഇല്ലാത്തൊരാൾ, വിശുദ്ധ ജീവിതം നയിക്കാത്തൊരാൾ, ചങ്കുറപ്പോടെ നെഞ്ചു വിരിച്ച് നിൽക്കുക, കർത്താവിൻ്റെ കൂടെ ഉണ്ട്, ആരടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ നിങ്ങൾ ഇടിച്ച് തകർക്കും. ഉറപ്പാണ്. അനേകം ക്രിസ്ത്യാനികൾ ഭയങ്കര പ്രാർത്ഥനയാണ്, പക്ഷേ വിടുതലില്ല. റീസൺ ഇതാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടി കിട്ടും. സാത്താനെതിരെ പോരാടാനുള്ള കവറിംഗ് ഇല്ല. കവറിംഗ് വേണമെങ്കിൽ വിശുദ്ധി വേണം. അതിന് ദൈവത്തിൻ്റെ പൈതലാണ്, സ്വർഗം അംഗീകരിക്കണം. യെസ്, ഇതെൻ്റെ പൈതലാണെന്ന് സ്വർഗം ഡിസൈഡ് ചെയ്യണം. എന്നിട്ട് ദൂതനെ വയ്ക്കണം. ഇത്രയും പ്രോസസ്സ് കഴിയാതെ ഒരാൾക്കും പ്രൊട്ടക്ഷൻ കിട്ടില്ല. നിങ്ങളെ സ്വർഗം സർട്ടിഫൈ ചെയ്യണം, എൻ്റെ പൈതലാണ്. ഇവനെ മുദ്രയിടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ മുദ്ര വയ്ക്കും. ആ മുദ്ര സാത്താൻ പേടിയാണ്. നിങ്ങളുടെ ആത്മാവിൽ അതിരിപ്പുണ്ട്. അത് ദൈവത്തിൻ്റെ പൈതലിനെ ഉള്ളൂ. പ്രിയമുള്ളവരെ, സത്യം. ആരാധിക്കാൻ 100 എണ്ണം കൂടിയാലും ഈ മുദ്രയുള്ള 2 എണ്ണേ കാണത്തുള്ളൂ.
എൻ്റെ ഒരു അനലൈസേഷനിൽ നിന്ന് ഞാൻ സംസാരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, എത്ര പേര് ആരാധിച്ചും പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നാലും അതിനകത്ത് ആത്മീകമായി ഈ സത്യം ഗ്രഹിച്ച് നിൽക്കുന്ന ചുരുക്കം ചിലരെ കാണുന്നുള്ളൂ. പ്രാർത്ഥിക്കാൻ ആൾക്കാർ ഒരുപാട് പേരുണ്ട്, വചനം കേൾക്കാൻ ഒരുപാട് പേരുണ്ട്, പക്ഷേ ഇതനുസരിക്കാൻ, യെസ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനാണ്, മകളാണ്, അപ്പോൾ എനിക്ക് സൗമ്യത വേണം, എനിക്ക് വിനയം വേണം, ദീർഘക്ഷമ വേണം, ദയ വേണം, പരോപകാരം, വിശ്വസ്തതയൊക്കെ വേണം എന്ന് പറഞ്ഞ് ലൈഫിനെ അങ്ങനെ വിട്ടുകൊടുക്കുന്നവർ ചുരുക്കമാണ്. എന്തേ ക്രിസ്ത്യാനി അനുഗ്രഹിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് ദൈവിക നന്മകൾ വീടുകളിൽ വരുന്നില്ല, തലമുറമേൽ വരുന്നില്ല? റീസൺ വചനമില്ല. പ്രസംഗം കേട്ടാൽ പോലും ഗ്രഹിക്കുന്നില്ല, ലൈഫിൽ എടുക്കുന്നില്ല. കർത്താവ് എന്നെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പ്രിയമുള്ളവരെ, വചനം ലൈഫിനകത്തെടുക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റില്ല. അടിസ്ഥാന വചനമാണ്, അതനുസരണമാണ്. ഇത് അനുസരിക്കുന്നവരുടെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനകത്ത് വരും, ദൂതൻ്റെ കാവലിനകത്ത് വരും. നിങ്ങളൊറ്റയ്ക്ക് മതി. നിങ്ങൾ ബലഹീനരായിരിക്കാം, സമ്പത്തിൽ കുറവുള്ളവരായിരിക്കാം, ആൾബലത്തിൽ കുറവുള്ളവരായിരിക്കാം, എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കാം, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കാം. പക്ഷെ നിന്നെക്കുറിച്ച് സ്വർഗം ഒരു സർട്ടിഫിക്കേഷൻ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഇവൻ, ഇവൾ എൻ്റെ മകൻ, എൻ്റെ മകൾ. പിന്നുണ്ടല്ലോ, ഒരു ചെറുവിരൽ അനങ്ങില്ല നിനക്ക് നേരെ, അനക്കിയാൽ ബാക്കി സ്വർഗം തീരുമാനിക്കും എന്ത് ചെയ്യണോ. സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു മേഖലയാണ് കഴുത്തിൽ തിരിക്കല്ല് കെട്ടി കടലിൽ എറിഞ്ഞു കളക. അതാണ് കവറിങ്, നിങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ, ദൈവമക്കൾക്കുള്ള പ്രൊട്ടക്ഷൻ. തോൽക്കില്ല പ്രിയമുള്ളവരെ, തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ലോകത്തിൻ്റെ ഒരു ശക്തിക്ക്, ഒരു വമ്പൻ ശക്തിക്കും കഴിയില്ല, ഒരു എതിർപ്പുകൾക്കും കഴിയില്ല, ഒരു അധികാരികൾക്കും കഴിയില്ല, ഒരു ആധിപത്യത്തിനും കഴിയില്ല. ഈ ലോകത്തിൻ്റെ ഒരു വൻ ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. എത്ര വൻ മതിൽ നിനക്ക് നേരെ കെട്ടിപ്പോക്കിയാലും അത് നിൻ്റെ മുമ്പിൽ തകർന്നടിഞ്ഞിരിക്കും. സ്വർഗമാണ് നിനക്ക് കാവൽ, സ്വർഗത്തിലെ ദൂതന്മാരാണ് നിനക്ക് കാവൽ. നീ ഒറ്റയ്ക്ക് മതി, ഒറ്റയ്ക്ക്. ഇതാണ് ദൈവമക്കൾക്ക് നൽകുന്ന സംരക്ഷണം. പ്രിയമുള്ളവർ, ഇത് കളഞ്ഞിട്ട് മൂവ് ചെയ്യരുത്. നിങ്ങൾ ഇതിനേക്കാൾ വലിയ സംരക്ഷണം ആരും തരാനില്ല. നിങ്ങൾ എത്ര പ്രശ്നത്തിനകത്തൂടെ കടന്നു പോട്ടെ, കുടുംബത്തിനകത്തൊക്കെ എത്രയോ പേര് നമ്മളടുത്ത് പറയുന്ന ആരുമില്ല, ഭാര്യമാർ ഒറ്റയ്ക്കാണ്, ഭർത്താവ് അങ്ങനെയാണ്, മക്കളിങ്ങനെയാണ്, ഒറ്റപ്പെട്ട ജീവിതങ്ങൾ. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഭാര്യയുടെ പ്രൊട്ടക്ഷൻ അല്ല, ഭർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ അല്ല, മക്കളുടെ പ്രൊട്ടക്ഷൻ അല്ല, സ്വർഗത്തിൻ്റെ പ്രൊട്ടക്ഷൻ. നിങ്ങൾ ഒറ്റയ്ക്കത് വാങ്ങിക്കുക, ഒറ്റയ്ക്കത് വാങ്ങി. എങ്ങനെ ഒറ്റയ്ക്ക് വാങ്ങി? ഒറ്റയ്ക്ക് കർത്താവിനെ സമർപ്പിച്ചു കൊടുക്കുക, കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥിച്ച് മാത്രം പോരാ. അനുസരണം, വചനം അനുസരിക്കണം. കർത്താവിൻ്റെ എളിയ മക്കളായി മാറുന്ന സമയത്ത് സങ്കീർത്തനം 34:7 വായിക്കാമോ? സങ്കീർത്തനം 34:7. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. കേട്ടോ, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അതിശക്തമായൊരു വചനമാണ്. ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പല വ്യക്തികളുടെയും ജീവിതത്തിനകത്ത് ഈ കവറിങ് ഇറങ്ങണം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട്, ചിലർക്ക് ഫോണിൽ വിളിച്ചിട്ട് പറയും, അച്ഛാ ഇന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, ഇന്ന പ്രശ്നത്തിനകത്താണ് ഞാൻ നിൽക്കേണ്ടതെന്ന് പറയും. അപ്പോൾ ഈ വചനം ഇങ്ങനെ പറയും, ഈ വചനം ഇങ്ങനെ യഹോവ, കാരണം ഇവർ ഭക്തരാണെന്ന് എനിക്ക് ബോധമുള്ളതാണ്, അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഭക്തരാണെന്നും, കാരണം എനിക്ക് ചില ആൾക്കാരുമായിട്ട് ഇങ്ങനെ അടുത്ത കണക്ഷനുണ്ട് ശുശ്രൂഷയ്ക്ക്, അത് ഒത്തിരി ആൾക്കാരുമായിട്ട് നിരന്തരമായൊരു ബന്ധമുണ്ട് പല ആൾക്കാരുമായിട്ട്. അപ്പോൾ അതിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന അനേകം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ശുശ്രൂഷയ്ക്ക് അകത്ത് നിരന്തരമായി വരുന്ന വിവിധ സഭകളിൽ നിന്ന് വന്നു ചേരുന്ന ആൾക്കാരുണ്ട്. എൻ്റെ സഭയിലെ സ്പെഷ്യൽ ആരാധനയ്ക്കൊക്കെ വരുന്ന അനേകം ആൾക്കാരുണ്ട്, ഇവിടെയും പലരും ഇരിപ്പുണ്ട്. അപ്പോൾ അവരെനിക്കറിയാം, പേഴ്സണലി അറിയാം, എൻ്റെ കൂടെ നടക്കുന്നവരാണ് അവർ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വചനങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചോദിച്ച് പഠിച്ച് യൂട്യൂബിലുള്ളതെല്ലാം കേട്ട് എൻ്റെ വാട്സപ്പ് മെസ്സേജ് എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ എനിക്ക് അവരെ പേഴ്സണലി അറിയാം. പേഴ്സണലി അവരെ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും വിശുദ്ധിയിൽ വിശ്വാസി വഴി നടത്തുകയും എനിക്ക് പേഴ്സണലി ഇവിടെ വളർച്ച അറിയാം. അപ്പോൾ എനിക്കറിയാം അവർ ഭക്തി എത്രമാത്രം, കുറവുകൾ എവിടെയൊക്കെയാണ്, കുറേ എനിക്ക്. അപ്പോൾ ദൈവം അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ ദൂതുകളുള്ളതാണ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്കൊരു കവറിങ് ദൈവം കൊടുക്കുന്നത് എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറയാം, ഇന്നോട് ഞാൻ നിൽക്കുകയാണ്, ഇന്നതൊരു പ്രശ്നത്തിന് സാധ്യതയുണ്ട്, കർത്താവ് യഹോവ തന്നെ ഈ വചനം ഞാനിന്ന് പറയാം. അവിടെ അവർ പറയുന്ന സ്പോട്ടിൽ എൻ്റെ ഉള്ളിൽ ഈ വചനം ഇങ്ങനെ വന്നിട്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറയുന്നു കർത്താവേ നിൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ദൈവമേ, ഇപ്പോൾ അവിടെ ദൂതന്മാരെ പാളയമിറങ്ങി അവരെ സംരക്ഷിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവർ പിന്നെ എന്നെ വിളിച്ചിട്ട് പറയും, അത്ഭുതം നടന്നു വച്ചാൽ, അത്ഭുതമായൊരു സംരക്ഷണം ഞാൻ അവിടെ കണ്ടു. ദൂതൻ ഇറങ്ങും ആരുടെ ചുറ്റും? ഭക്തന്മാരുടെ ചുറ്റും പാളയം പറകം. എടുത്തു പറഞ്ഞു, ക്രിസ്ത്യാനി എന്ന വാക്കല്ല,
പള്ളി ഭക്തരെന്ന വാക്കല്ല, പാരമ്പര്യം എന്ന വാക്കുമല്ല. നമ്മുടെ പൂർവികർ, നമ്മുടെ മാതാപിതാക്കൾ, അപ്പപ്പൻ അമ്മൂമ്മമാരായിട്ട് ചെയ്തു വെച്ച പുണ്യപ്രവൃത്തികളുടെ നന്മ എൻ്റെ മേൽ വരുമെന്ന് വിശ്വസിച്ചിരിക്കരുതേ. അതൊരു അനുഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഇതിൽ നിന്നാലേ ഉള്ളൂ. ഈ സഭ സ്ഥാപിച്ചത് എൻ്റെ അപ്പൂപ്പനാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും വരത്തൊന്നുമില്ല, ഒന്നും വരത്തില്ല. അങ്ങനൊരു അനുഗ്രഹം എൻ്റെ മേൽ വന്ന് നിൽക്കത്തില്ല. ഉണ്ട്, അനുഗ്രഹത്തിൻ്റെ കണക്ഷനുണ്ട്, പക്ഷെ ഞാൻ ഈ വചനം വിടുവോ അത് കട്ടാവും. ഇതിൽ നിന്നാൽ കിട്ടും. ഞാൻ ശുശ്രൂഷ ചെയ്തത് ആ ലൈനിലാണ്. ആ കർത്താവ് എന്നെ പഠിപ്പിച്ചതാണ്. ആ പിതാവിൻ്റെ ലൈനിൽ ഞാൻ തുടർന്നു പോകുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ദൈവം ലോകത്ത് വച്ചേക്കുന്നത്. പൂർവികരുടെ കണക്ഷൻ ഇട്ടേക്കും, ഒരു റൂട്ട് ഇങ്ങനെ ഇട്ടേക്കും, റൂട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ആ റൂട്ടിനകത്തൂടെ പോകുന്ന ഒരാളാണ്. പക്ഷേ എന്നാണോ ഞാൻ ഈ വചനം കട്ട് ചെയ്യുന്നത്, അന്ന് ഈ ബ്ലെസ്സിങ് എനിക്ക് പോകും. എൻ്റെ പൂർവിക പിതാവിൽ നിന്നൊരു ബ്ലെസ്സിങ് എനിക്കുണ്ട്. അദ്ദേഹം ചെയ്തു വെച്ച നന്മയുടെ ഒരു ബ്ലെസ്സിങ് എൻ്റെ മേൽ കിടപ്പുണ്ട്. എൻ്റെ മേൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തലമുറ മേലെല്ലാം ഉണ്ട്. പക്ഷേ ആരാണോ ഇതനുസരിച്ചിറങ്ങുന്നത് കംപ്ലീറ്റ് അയാളുടെ തലയിൽ വരും. മനസ്സിലായോ? ആരാണോ അയാളുടെ തലമുറയെ അനുസരിക്കാത്തത് കട്ടാവും, കിട്ടില്ല. അനുസരിച്ചാൽ അത് കംപ്ലീറ്റ് വരും. അതാണ് ഞാൻ നിൽക്കണത്. സത്യമാണ്. കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ചുമ്മാ ഒന്നും വരത്തില്ല പ്രിയമുള്ളവരെ. ആരാണോ ഇതനുസരിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചു കൊടുക്കുന്നത്, അവന് ചുറ്റും പാളയമിറങ്ങി ദൂതനെ ദൈവം അയക്കും. നിങ്ങളൊന്ന് താഴ്ത്തി കൊടുക്കാമെങ്കിൽ, വിനയപ്പെടുത്തി കൊടുക്കാമെങ്കിൽ, കർത്താവിൻ്റെ മക്കളായിട്ടൊന്ന് നിങ്ങൾ, കർത്താവ് ഞാൻ നിൻ്റെ മകനാണ്, നിൻ്റെ മകളാണ്, എന്നെ അനുഗ്രഹിക്കണേ, കൊടുക്ക് നിങ്ങളെ തന്നെ. ലോകത്തേക്കൊന്ന് വിട്ടുകളാം, ലൗകിക മോഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഒന്ന് വിട്ട് കർത്താവിന് കൊടുക്കാമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾക്കൊരു കവറിങ് ഉണ്ട്, ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇനി ഒരു കാര്യം പറഞ്ഞ് ക്ലോസ് ചെയ്യട്ടെ. ആർക്കും നിങ്ങളായിട്ടൊരു ഇടർച്ച ഉണ്ടാക്കില്ല. മക്കളുടെ കേസ് ഞാൻ പറഞ്ഞ്, കുഞ്ഞുങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉപദേശം ഞാൻ കൊടുത്തിട്ടില്ല, കർത്താവിൻ്റെ ഉപദേശമായിട്ട് ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ, ആ തിന്മയിൽ നിന്ന്, ആ ശാപത്തിൽ നിൻ്റെ കുഞ്ഞെ രക്ഷിക്കണേ എന്ന് കരയണം. കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ രഹസ്യ പാപങ്ങൾ മക്കളറിയുന്നില്ല, ഭാര്യ അറിയുന്നില്ല, ഭർത്താവ് അറിയുന്നില്ല, രഹസ്യമായി ചെയ്തു പോയ, കണ്ണുകൾ കൊണ്ട് ചെയ്തത്, നാവുകൾ കൊണ്ട് ചെയ്തത്, പ്രവൃത്തികൾ കൊണ്ട് ചെയ്തത് രഹസ്യ പാപങ്ങൾ, അത് നിങ്ങളുടെ മേലും തലമുറ മേലും വരും. അത് കുഞ്ഞുങ്ങൾക്കൊരു ഇടർച്ചയാക്കി വെച്ചിട്ടുണ്ടാവാം. അത് ഏറ്റുപറയണം ദൈവത്തെ, കർത്താവേ എൻ്റെ തലമുറ മേലത് വരല്ലേ കർത്താവേ. അത് തടസ്സം ചെയ്യും, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബാധിക്കും. ആ അശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളുടെ മേലും വരും. അവർ ഫ്യൂച്ചറിൽ നശിക്കും. ഒത്തിരി ആൾക്കാരുടെ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഷെയർ എന്നോട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ചെയ്തു വയ്ക്കല്ല, കുഞ്ഞുങ്ങൾക്ക് നാശമാണ്. അതും നിങ്ങൾ മാപ്പ് പറയണം. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രാത്രി നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവ് എന്നിലൊരു രഹസ്യ പാപമുണ്ട്, അതെൻ്റെ കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ട്, അതെൻ്റെ തലമുറയെ തൊട്ട്, അതാണ് എൻ്റെ കുഞ്ഞിൻ്റെ നാശത്തിന് കാരണം. എൻ്റെ തലമുറകൾക്ക് അനുഗ്രഹത്തിന് ബ്ലോക്ക് ചെയ്തത് ഞാനാണ്, ഇടർച്ച ഞാനാണ്. എന്നോട് ക്ഷമിക്കണേ കർത്താവേ, എന്നോട് പൊറുക്കണേ കർത്താവേ, പ്ലീസ്. ഞാൻ ആഗ്രഹിച്ച് പറയുന്നു, തിന്മ ചെയ്യല്ലേ, ബ്ലോക്ക് ചെയ്ത് വയ്ക്കല്ലേ, തലമുറയുടെ അനുഗ്രഹത്തിന് തടസ്സം ഉണ്ടാക്കി വയ്ക്കല്ലേ. ഞാൻ പറഞ്ഞു, എളിയവനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പോൾ എളിയവർക്ക് ഇടർച്ച ഉണ്ടാക്കിയാൽ കഴുത്തിൽ തിരിക്കൽ കെട്ടി എറിയുക. എളിയവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പാവം പോലെ നടക്കുന്ന ചില ആൾക്കാർ കാണും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, കർത്താവിൻ്റെ മക്കൾ പ്രാർത്ഥിച്ച് ബൈബിളും കൊണ്ട് മിണ്ടാതെ ഇങ്ങനെ പാവം പോലെ നടക്കുന്ന ചില ആൾക്കാരില്ലേ, വഴക്കുണ്ടാകാത്ത, അടി കൂടാത്ത, ഒന്നും ദേഷ്യപ്പെടാതെ, പള്ളിയിലേക്ക് വരുമ്പോൾ ചില പാവം പോലെ നടക്കും. അവർക്കൊരു വഴക്കുമില്ല, ഒരു ബഹളമില്ല, ഒരു അടിയില്ല, ഗുണ്ടായുസിന് പോകുന്നില്ല, മിണ്ടാതെ പോകും. കളിയാക്കല്ലേ, പരിഹസിക്കല്ലേ, പുച്ഛിക്കല്ലേ, അനുഭവിക്കേണ്ടി വരും. ഈസിയായിട്ട് പോകില്ല. അത് കർത്താവ് പറഞ്ഞതാണ്, കഴുതി തിരിക്കല്ല് കെട്ടി കടലിൽ താക്കാൻ. എളിയവർ, ഏറ്റവും നല്ലത് എളിയവരായിട്ട് ജീവിക്കുന്നതാണ്. മിടുക്കരാവാൻ ശ്രമിക്കാതിരിക്കുന്നത് നല്ലത്. പ്രത്യേകിച്ച് സഭയിലേക്ക് വന്നിട്ടേ മിടുക്കരാവരുത്, ഒരിക്കലും നാക്കെടുത്ത് അടിക്കരുത്. ശാന്തമായി സംസാരിക്കാൻ ശീലിക്കണം. ഇവിടെയൊക്കെ എങ്ങനെ അറിയില്ല, ശാന്തമായി സംസാരിക്കാൻ ശീലിക്കും. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ സഭയിൽ ഭയങ്കര മാതൃകാ പള്ളിയാട്ടോ. ഞാൻ ഉണ്ടാക്കിയെന്നല്ല, ആ പള്ളി പണ്ടേ അങ്ങനെയാണ്. അവിടെ 35 വർഷം പഴക്കമുള്ളൊരു സഭയാണ്. ഒരു വാക്കുപോലും ശബ്ദത്തിൽ ഒരാൾ സംസാരിക്കില്ല, ഒരു വാക്കുപോലും. ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ സ്നേഹമായിട്ട് വന്നിട്ട്, അച്ഛാ നമുക്ക് ഇന്നതുപോലെ ആയിക്കൂടെ അച്ഛാ, ഇന്നത് ശരിയാണോ, സ്നേഹമായി. ഒരു കമ്മിറ്റിക്ക് അതിരുന്ന് കഴിഞ്ഞാൽ സ്നേഹമായി. ഒരാൾ പോലും ശബ്ദം ഉയർത്തി ഞാൻ കേട്ടിട്ടില്ല പള്ളി. ഞാൻ 3 വർഷം ആ സഭയിൽ വന്നത്. ഇങ്ങനൊരു സഭ സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു ദൈവിക പ്രസൻസാണ്. അവിടെ വരുന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ സ്പെഷ്യൽ ആരാധനയിൽ സംബന്ധിക്കുന്ന ഇരിപ്പുണ്ട്. ചോദിച്ചോ, ഭയങ്കര ഹോളി സ്പിരിറ്റ് പ്രസൻസാണ്. ഒരു വാക്ക് പോലും സംസാരിക്കത്തില്ല. എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അച്ഛാ സഭാരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ദയവ് ചെയ്ത് ഈ പള്ളിക്കകത്ത് പറയല്ലേ, എനിക്കതാണ് ഇഷ്ടം. അച്ഛൻ പരസ്യം പോലും പറയണ്ട, ഞങ്ങൾക്കാർക്കും കേൾക്കുകയും വേണ്ട, ഞങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ നടക്കുകയും വേണ്ട.
ആരാധനയ്ക്ക് വരും ഞങ്ങൾക്ക് വചനം കേൾക്കണം, നല്ലൊരു വചനം അച്ഛൻ തരണം, ബാക്കി സഭയുടെ ശുശ്രൂഷകൾ ഞങ്ങളുണ്ടാവും, ദൈവസ്നേഹം ഞങ്ങൾക്ക് വേണം, അത് മാത്രം മതി. ഓരോ കുടുംബങ്ങളുടെ അനുഗ്രഹം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ആ പള്ളിക്കകത്ത് ഓരോ കുടുംബവും തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് എന്തൊരു ബ്ലെസ്സിങ്സാണ്, എന്തൊരു അത്ഭുതമാണ്. സഭ സൂക്ഷിക്കേ, ഇടർച്ച ഉണ്ടാക്കി വെക്കരുത്. സഭയ്ക്കകത്ത് നാവ് സൂക്ഷിച്ചോളണം. ഏറ്റവും എളിമയുള്ളവരായി, താഴ്മയുള്ളവരായി വന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് പോവുക. അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും. അങ്ങനെയുള്ള വ്യക്തിക്ക് ദൈവം പ്രൊട്ടക്ഷൻ ഇട്ടിരിക്കും. പറയേണ്ട കാര്യം പറയേണ്ടടുത്ത് ഏറ്റവും സൗമ്യമായി ശാന്തമായി പറയുന്ന അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് പറയേണ്ടി വരും. പറയേണ്ടടുത്ത് ഏറ്റവും ഹെൽത്തിയായി ശാന്തമായി ദൈവസ്നേഹത്തിൽ പൊതിഞ്ഞ് വേണം സംസാരിക്കാൻ. ഇടർച്ച ഉണ്ടാക്കല്ലേ. ഓരോരുത്തരും മനസ്സിലാക്കണം. ഓരോ കുടുംബങ്ങൾ ഇത് തിരിച്ചറിയണം. ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുന്നു ഓരോരുത്തരെയും. ഇടർച്ച ഉണ്ടാക്കല്ലേ, അത് അപകടമാണ്. ഇടർച്ച നമ്മുടെ മേൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ എളിയ മക്കൾക്ക് പ്രൊട്ടക്ഷനുണ്ട്. നമ്മൾ ഇടർച്ച ഉണ്ടാക്കരുത്, അത് നമുക്ക് ദോഷമായി വരും. ആർക്കും ഇടർച്ച ഉണ്ടാക്കല്ല കേട്ടോ. ആരോട്? പ്രത്യേകിച്ച് ശുശ്രൂഷകർ, സഭാ ശുശ്രൂഷകർ, പുരോഹിതന്മാർ, വലിയ അനോയിൻറ്റഡ് ആയിട്ടുള്ളവരാണ് പുരോഹിതന്മാർ. അവരെ നീ എന്തെന്ന് പറഞ്ഞാലും ഒരു പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം അവരുടെ മേൽ കാണും. നമ്മുടെ പാപം ഇങ്ങനെ തന്നെ ഉള്ളൂ. നിങ്ങളൊരു പാപം ചെയ്യുന്നു, ദൈവത്തോടൊന്ന് മാപ്പ് പറഞ്ഞാൽ, ക്ഷമിച്ചാൽ പിന്നെ ആർക്ക് വിധിക്കാൻ അധികാരമില്ല. വിധിക്കുന്നവന് ന്യായവിധി കർത്താവ് നടത്തും. അതുകൊണ്ട് ആ ചുമ്മാ ചാടിക്കറി ആനെ വിധിച്ച് കളയരുത്. സൂക്ഷിച്ചോളണം. സൂക്ഷിച്ചിട്ട് വേണം. പക്ഷെ പറയാം, അഭിപ്രായങ്ങളെ പറയാവൂ. വിധിക്കരുത് ആരെയും. വിധിച്ചാൽ നിങ്ങൾ വിധിക്കപ്പെടും. അതാരെയും, ശുശ്രൂഷകരായിക്കൊള്ളട്ടെ, ഒരു സാധാരണ അൽമായരായിക്കൊള്ളട്ടെ. എൻ്റെ അടുത്ത് കർത്താവ് എത്ര പ്രാവശ്യം മാപ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്തിട്ട് പള്ളിയിലെ സഭാ സെക്രട്ടറി, അദ്ദേഹം ഒരു ആശയം എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനതിനെ എതിർത്തു. അദ്ദേഹം വീണ്ടും തിരിച്ചു പറഞ്ഞു. ഞാൻ വീണ്ടും എതിർത്തു. അവസാനം ഞാൻ തന്നെ ജയിച്ചു. ഞാൻ പറഞ്ഞത് തന്നെ അദ്ദേഹം സമ്മതിച്ചിട്ട് അദ്ദേഹം പോയി. ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ മാപ്പ് പറയില്ല. ചർച്ച് സെക്രട്ടറിയോട് ഞാനെങ്ങനെ പോയി മാപ്പ് പറയും? കർത്താവ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ ഒന്നും പറയില്ല, കർത്താവ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കാം. അപ്പം പറഞ്ഞു, നീ എൻ്റെ അടുത്ത് വരണ്ട, പോ. പിന്നെ ഞാൻ ഫോൺ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, സാർ എനിക്ക് തെറ്റ് പറ്റി, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, അല്ലെങ്കിൽ ഞാൻ എന്നെ സംസാരിച്ച രീതി ശരിയായില്ല, എന്നോട് ക്ഷമിക്കൂ സാർ. അപ്പോൾ സാറിനോട് എനിക്കൊരല്പം വേദന തോന്നിയാച്ചാ, കുഴപ്പമില്ല, വേദനിച്ചു എൻ്റെ സംസാരം, കർത്താവിനത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പുരോഹിതനാണെന്ന് പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് മഹത്വമൊന്നും കർത്താവ് തന്നിട്ടില്ല, ക്ഷമ ചോദിക്കടാ പോയി. മനസ്സിലായോ? ആ പാപം എൻ്റെ മേൽ നിൽക്കും. അതുകൊണ്ടാണ് കർത്താവ് എന്നെ ശുദ്ധീകരിച്ചത്. മാപ്പ് പറയാൻ പറഞ്ഞു. ആരെയും വിധിക്കാൻ എനിക്ക് അധികാരമില്ല, നിങ്ങൾക്കും അധികാരമില്ല. പ്രത്യേകിച്ച് എളിയവരാണെങ്കിൽ അതിൻ്റെ ദുരന്തം മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മക്കൾക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻ വലുതാണ്. മറ്റുള്ള എല്ലാവരെയും പരസ്പരം സ്നേഹിക്കൂ, പരസ്പരം കരുതൂ, വഴക്കില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പിണക്കമില്ലാത്ത, ക്ഷമയുടെ, സൗമ്യതയുടെ ഭാവമായിട്ട് മാറും. അപ്പം നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെടും. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കും, വ്യക്തികളും അനുഗ്രഹിക്കപ്പെടും. ദൈവം നിങ്ങളുടെ വചനത്തിലൂടെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.